എടാ നിങ്ങൾ പാർട്ട് 3 കണ്ടവരാണ്, ഇതിലേക്ക് സ്വാഗതടാ. പാർട്ട് 4ലേക്ക് സ്വാഗതം. സോ ഞാൻ വെറുതെ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമയം കളയണില്ല. നമുക്ക് പെട്ടെന്ന് എന്താക്കടാ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ ടോപ്പിക് എന്താടാ? നമ്മുടെ ടോപ്പിക്കാണ് എന്ത്? വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ. വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നോർമൽ മാത്തമാറ്റിക്സുമായിട്ട് വെക്റ്ററിന്റെ മാത്തമാറ്റിക്സ് കമ്പയർ ചെയ്യരുത്. കാരണം വെക്റ്ററിന്റെ സബ്സ്ട്രാക്ഷൻ, വെക്റ്ററിന്റെ അഡിഷൻ, വെക്റ്ററിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയിക്കൂടെ? പോവാം. വെക്റ്ററിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറയുന്നത് 3 തരത്തിലുണ്ട്. 1, 2 and 3. അതിലൊന്നാമത്തെ ജസ്റ്റ് പറഞ്ഞുതരാം. സ്കേലാർ ഇൻറ്റു വെക്റ്റർ ചെയ്താൽ വെക്റ്റർ ചെയ്യുന്നത്, അടുത്ത വെക്റ്റർ ഇൻറ്റു വെക്റ്റർ. മൂന്നാമത്തെ കേസ് വെക്റ്റർ ഇൻറ്റു വെക്റ്റർ. ഇതെന്താ 2 വെക്റ്റർ ഇൻറ്റു വെക്റ്ററോ? ആ കേസാണ് പറയാൻ പോകുന്നത്. സ്കേലാർ ഇൻറ്റു വെക്റ്റർ ചെയ്താൽ നമുക്ക് വെക്റ്റർ കിട്ടും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെക്റ്റർ ഇൻറ്റു വെക്റ്റർ ചെയ്താൽ സ്കേലാർ കിട്ടുന്ന കണ്ടീഷനും ഉണ്ട്, വെക്റ്റർ ഇൻറ്റു വെക്റ്റർ ചെയ്താൽ വെക്റ്റർ കിട്ടുന്ന കണ്ടീഷനും ഉണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോയിക്കൂടെ? പോവാം. ഒന്നാമത്തെ കാര്യം സ്കേലാർ ഇൻറ്റു വെക്റ്റർ. ഞാൻ എന്താക്കും, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ A = 3i പ്ലസ് 4j പ്ലസ് 5k. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊരു വെക്റ്റർ അല്ലേ? ഈ സ്കേലാർ എന്ന് വെച്ചാൽ എന്താ? സ്കേലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3, 4, 5, 6, 7 ഇങ്ങനെ എക്സ്ട്രാ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂസ് ആവാം. ഒരു ന്യൂമറിക്കൽ വാല്യൂ അല്ലേ സ്കേലാർ? ആ ന്യൂമറിക്കൽ വാല്യൂ അല്ലേ ഉള്ളൂ, അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ ഉള്ളൂ, അതൊരു വാല്യൂ അല്ലേ? അത് എന്താക്കാം, നമുക്ക് സ്കേലാർ ആയിട്ട് എന്തെടുക്കാം? വെക്റ്റർ ആയിട്ട് ഇത് എടുത്ത് സ്കേലാർ ആയിട്ട് നമുക്ക് ഒരു വാല്യൂ ഏതെടുക്കാം? 2 എടുക്കാം. ഓക്കെ, നമ്മൾ സ്കേലാർ ഇൻറ്റു വെക്റ്റർ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്കേലാർ ഇൻറ്റു വെക്റ്റർ എന്ന് വെച്ചാൽ ഈ വെക്റ്ററിനെ സ്കേലാറിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 2a അല്ല കിട്ടുക. 2a = എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഓരോ ടേമിനെ എന്താക്കുക, ഈ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? സ്കേലാർ ഇൻറ്റു വെക്റ്റർ ആയി. അപ്പോൾ ഇതെത്ര കിട്ടും? 2a = 6i പ്ലസ് 4j പ്ലസ് 5k. അതേ സ്ഥാനത്ത് നമ്മളിപ്പം 3a എടുക്കുന്നെങ്കിലോ ഈ എന്റെ ഓരോ ഈച്ച് ടേമിനെ എന്താക്കുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9i പ്ലസ് അങ്ങനെ 3 × 3 9, 3 × 4 12j പ്ലസ് 3 × 5 15k. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് സാധനം ചെയ്യുക. അത് അത്രേ ഉള്ളൂ. അത് ഞാനൊരു സിമ്പിൾ ആക്കി പറഞ്ഞതാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? ഇതൊരു വെക്റ്റർ തന്നെയല്ലേ? ഈ 9i 12j 50k എന്ന് വെച്ചാൽ അതൊരു വെക്റ്റർ തന്നെയല്ലേ? അപ്പൊ സ്കേലാറിനെ വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വെക്റ്റർ തന്നെ കിട്ടും. അത് അവിടെ വെക്കാം. ഇനി അടുത്ത കേസ് എടുക്കാം. അടുത്ത കേസ് എന്ന് വെച്ചാൽ മയക്കട്ടോ. അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വള്ളി കേസാണ്. അതൊരു കേസ് കെട്ടാണ് എന്നാ. നമ്മളൊരു വെക്റ്റർ എടുത്തു. കൺസിഡർ എ വെക്റ്റർ എ വേറൊരു വെക്റ്റർ എടുത്തു. അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അങ്ങനത്തെ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷനെ പറയുന്ന പേരാണ് സ്കേലാർ പ്രൊഡക്റ്റ് ഓർ. അങ്ങനെ കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ കിട്ടണ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? ആ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു കുത്തിട്ടിട്ടാണ് സൂചിപ്പിക്കുക. ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. ഇതവിടെ വെക്കുക. നമ്മളൊരു വെക്റ്റർ എടുത്തു, വേറൊരു വെക്റ്റർ എടുത്തു, അതിനെ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിലേക്ക് പോകാം. ഞാൻ കുറച്ച് ബേസിക്സ് ആട്ടോ പറയുന്നത്. ന്യൂമറിക്കൽ വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിനെ എന്ന് പറയുന്ന പേരാണ് എന്ത്? സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. അടുത്തത് ഒരു വെക്റ്ററിനെ നമ്മൾ അടുത്ത വെക്റ്ററായിട്ട് എന്താക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് ഒരു പുതിയ വെക്റ്റർ ആണെങ്കിൽ എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ വെക്റ്ററിനെ ബി എന്ന് പറഞ്ഞ വെക്റ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പുതിയൊരു വെക്റ്റർ ആണെങ്കിൽ, ന്യൂമറിക്കൽ വാല്യൂ അല്ല, അതിനൊരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താടാ? വെക്റ്റർ പ്രൊഡക്റ്റ് ഓർ എന്താടാ? അതിനിങ്ങനെയാണ് സൂചിപ്പിക്കുക. ക്രോസ് എന്ന് പറഞ്ഞ സൈൻ ഇട്ടാണ് സൂചിപ്പിക്കുക. അതേ സ്ഥാനത്ത് നോർമൽ മാത്തമാറ്റിക്സ് ഇതിന് ഇൻഡു എന്ന് പറഞ്ഞ ഒറ്റ അർത്ഥമല്ലുള്ളൂ. അതേ സ്ഥാനത്ത് ഇൻഡു ചെയ്യണം. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റും ഉണ്ട്, ഒരു ക്രോസ് പ്രൊഡക്റ്റും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇങ്ങനെ കിട്ടുന്നതിന് എന്താ പറയുക? വെക്റ്റർ പ്രൊഡക്റ്റ് ഓർ ക്രോസ് പ്രൊഡക്റ്റ്. ഇതിന് നമുക്ക് എന്താക്കുക? ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇത്രയും സാധനം എന്താടാ? പ്യുവർ മാത്തമാറ്റിക്സ് അല്ല, പ്യുവർ ബേസിക്സ്. ഇതാണ് ഇവിടെ വരുന്ന പ്യുവർ ബേസിക്സ്. ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ലാലോ. എന്നാ
ഒരു വെക്ടറിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. ഒരു വെക്ടറിനെ ഇങ്ങനെ ക്രോസ് പ്രൊഡക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും? ഒരു വെക്ടർ പ്രൊഡക്റ്റാണ് കിട്ടുക, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് കിട്ടുക എന്നർത്ഥം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെയും ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. ഇത് ബേസിക്സ് ആണ്, മനസ്സിലായില്ല? ഞാൻ മയക്കട്ടെ ഇതെന്താക്കുക, ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. മയക്കട്ടെ നിങ്ങൾ എന്താക്കുക, നന്നായി വൃത്തിക്ക് എഴുതിയെടുക്കുക. നമുക്ക് എന്താക്കുക, അടുത്ത ഈ സാധനം, ഈ രണ്ടാമത്തെ എഴുതിയത് ഡീറ്റെയിൽ ആയിട്ട് പോയി, ഒന്നാമത്തെ എഴുതിയത് അത്ര മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ ജസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉപയോഗിക്കാനാണ് വരും. ബട്ട് അതിൽ നിന്നൊക്കെ ഡയറക്റ്റ് ന്യൂമറിക്കൽ ഒന്നും വരില്ല. അത് പക്ക സിമ്പിൾ സാധനമല്ലേ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതൊക്കെ വളരെ സിമ്പിൾ. അടുത്ത രണ്ടാമത്തെ സാധനം എന്താടാ? രണ്ടാമത്തെ നമ്മൾ ചെയ്തതാണ് എന്ത് സ്കേലാർ പ്രൊഡക്റ്റ്. സ്കേലാർ പ്രൊഡക്റ്റ് അല്ലേ രണ്ടാമത് പറഞ്ഞേ? അതിന് നമുക്ക് എന്താക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമുക്കൊരു വെക്ടർ തന്നു ആൻഡ് വേറൊരു വെക്ടർ തന്നു, അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? ഇതെന്ന് വെച്ചാൽ വെറും മാഗ്നിറ്റ്യൂഡ് എന്നല്ല അർത്ഥം. ഇതിന്റെ മുകളിൽ ഞാൻ ഒരു ഏറോ മാർക്ക് ഒന്നും ഇട്ടെങ്കിൽ ഇത് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും എന്നല്ലേ അർത്ഥം. ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കൂലേ എങ്ങനെ കിട്ടുന്നതിന്? അതിനൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്ടർ സ്കേലാർ പ്രൊഡക്റ്റിന് ഒരു എക്സാമ്പിൾ ആണ് എന്ത്? വർക്ക്. നിങ്ങൾ നോക്കാം, വർക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. ഫോഴ്സ് എന്താ? അതൊരു വെക്ടറാണ്. ഡിസ്പ്ലേസ്മെന്റാ? അതൊരു വെക്ടറാണ്. അതേ സ്ഥാനത്ത് വർക്ക് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പാർട്ട് 1 പഠിച്ച എന്തായിരുന്നു? വർക്ക് ഒരു സ്കേലാറാണ്. കാരണം വർക്കിന് ഡയറക്ഷൻ ഇല്ലല്ലോ. നമുക്ക് 200 ജൂൾ, 300 ജൂൾ, 400 ജൂൾ അങ്ങനെയൊക്കെ അല്ലേ എടുക്കല്, 500 ജൂൾ അങ്ങനെയൊക്കെ അല്ലേ വർക്ക് എടുക്കുക. അല്ലാണ്ട് വർക്കിന് ഇങ്ങനെ എന്തില്ല, ഡയറക്ഷൻ ഇല്ലല്ലോ. സോ അതൊരു സ്കേലാറാണ്. അതേ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്താ? വെക്ടറാണ്. അപ്പൊ അവിടെ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താ? അതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. എന്ന് വെച്ചാൽ W=F.S ആണെന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എന്ത് പറയുന്നത്? ഇതിനാണ് എന്ത് പറയുന്നത്? സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ആൻഡ് നമുക്ക് എന്താക്കാം, ഈ സ്കേലാർ പ്രൊഡക്റ്റ് ചെയ്യുന്നതിന്റെ കണ്ടീഷനാണ് പറയുന്നത്. ഒരു വെക്ടർ തന്നു, അത് വെക്ടർ എ ആന്ന് വെച്ചോ. ഒരു വെക്ടർ തന്നു, ആ വെക്ടർ ബി ആന്ന് വെച്ചോ. വെക്ടർ എ ആൻഡ് വെക്ടർ ബി, അതിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വെച്ചോ. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എന്താണെന്നറിയോ നിങ്ങൾക്ക്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. കള്ളിയിലാക്കി വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അല്ല ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അങ്ങനെ ഒന്നും എഴുതണ്ട. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഈ എ എന്ന് വെച്ചാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ആണെന്ന് അർത്ഥം. ബി എന്താ? മാഗ്നിറ്റ്യൂഡ് ആണെന്ന് അർത്ഥം. തീറ്റ എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ. ഇതെന്ന് വെച്ചാൽ ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, നമുക്ക് കാൽക്കുലേറ്റർ അടിച്ചാൽ കിട്ടുക. ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ എന്താ? ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഇപ്പൊ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സ്കേലാർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? സ്കേലാർ പ്രൊഡക്റ്റ് അഥവാ ഡോട്ട് പ്രൊഡക്റ്റ്. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്താക്കാം, ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇതെങ്ങനെയാണെന്നൊന്നും കണ്ട് കൺഫ്യൂസ് അടിക്കണ്ട. ഈ ഇക്വേഷന് എന്താക്കുക, ബൈഹാർട്ട് പഠിക്കുക. ഇതൊരു എക്സാമ്പിൾ ഇതിനെ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഇതിനെ എങ്ങനെ എഴുതാ? FS cos തീറ്റ എന്നും കൂടി എഴുതാം. അത്രയേ ഉള്ളൂ. ഇതിനെ എഴുതാന്നേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ എഴുതാം. അത്രയേ ഉള്ളൂ. നമുക്ക് എന്താക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ഇത് മയക്കാണ്, നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുക്കാം. നമുക്ക് എന്താക്കാം, ഇനി എക്സാമ്പിളിലേക്ക് പോവാലോ. മയക്കട്ടെ നിങ്ങൾ എഴുതിയെടുത്തില്ലടാ, വെറുതെ നോക്കി നിന്നിട്ട് കാര്യമല്ല. ഇതൊക്കെ എഴുതിയെടുക്കുമ്പോൾ എന്താവും? ഒന്നുകൂടിയും എന്താവും? നിങ്ങൾക്ക് തലേ കയറും. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ കണ്ടു പേടിക്കൊന്നും വേണ്ട. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്താക്കാം, നമുക്ക് പ്രോ ആവാൻ ഞാൻ അത്രയ്ക്ക് ന്യൂമറിക്കൽസ് ഇന്ന് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്ക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നു. എന്ത്? ഒരു 6 ന്യൂട്ടൺ തന്നു. 6 ന്യൂട്ടൺ ഫോഴ്സ് കാരണം ആ വസ്തുവിൽ എന്തുണ്ടായി? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അതിന്റെ മാഗ്നിറ്റ്യൂഡും തന്നു. ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ തന്നത്? അതെത്രയാ? 5 മീറ്റർ എന്ന് തന്നു. 5 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി 6 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇവിടുത്തെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് എന്തറിയാം? ഒരു ഫിഗറും തന്നിട്ടുണ്ട്. സോറി കേട്ടോ, മൈ മിസ്റ്റേക്ക്. ഒരു ഫിഗറും തന്നിട്ടുണ്ട്. ഇത് 6 ന്യൂട്ടൺ ആണെങ്കിൽ ഇതെന്താ? 5 ന്യൂട്ടൺ ആണ്. 6 ന്യൂട്ടൺ ആണെങ്കിൽ ഇതെന്താ? 5 മീറ്റർ ആണ്. ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 60 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എത്രയാ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം. W ഈസ് ഈക്വൽ ടു എന്താ?
എഫ് ഡോട്ട് എസ് ആ, എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ് എഫ് എസ് എഫ് എസ് കോസ് തീറ്റ. ഞാൻ പറഞ്ഞു എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്. ഇത്രയേ ഉള്ളൂ. എഫ് ഡോട്ട് എസ് ഈക്വൽ ടു എഫ് എസ് സൈൻ തീറ്റ. എഫിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടില്ലേ 6 ആൻഡ് 5 മാഗ്നിറ്റ്യൂഡ് തന്നിട്ടില്ലേ 5 ഇൻറ്റു കോസ് എത്ര 60 ഡിഗ്രി. കോസ് 60 എത്രയാ 1/2. അപ്പൊ 6 ഇൻറ്റു 5 ഇൻറ്റു 1/2. ഇത് വിട്ടുപോയ 3 3 5 15 ജൂൾ. ഇത്രയേ ഉള്ളൂ. വർക്ക് ഡൺ എത്ര കിട്ടി നമുക്ക്? വർക്ക് എത്ര കിട്ടി? 15 ജൂൾ കിട്ടി. ഇങ്ങനെയാണ് എന്ത് ഇതിൽ നിന്നൊക്കെ അപ്ലിക്കേഷൻ ടൈപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ഇത് മനസ്സിലായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇഫ് ഒരു വെക്ടർ എങ്ങനെ തന്നു, എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ തന്നു. ഇങ്ങനെ കുറേ എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ ഇത് മനസ്സിലാവും. ഇതിങ്ങനെ പഠിക്കേണ്ടിയിട്ടൊന്നുമില്ല. ചെയ്ത് നോക്കാം. ഇങ്ങനെ തന്നു. ബി എന്ന് പറഞ്ഞ വെക്ടർ എങ്ങനെ തന്നു? ഇങ്ങനെ തന്നു. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രി എന്ന് തന്നു. ഇതുവരെ പക്ക അല്ലേ? എ ഡോട്ട് ബി ചോദിച്ചു എന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ച സാധനം എന്താ? സ്കേലാർ പ്രൊഡക്റ്റാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി കോസ് തീറ്റ. നമുക്ക് എയും ബി ഒന്നും തന്നിട്ടില്ല. എ ബി ഇവിടെ കോസ് എത്രയാ? കോസ് 90 ഡിഗ്രി. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്? കോസ് 90 എത്രയാ? കോസ് 90 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ എ ഡോട്ട് ബി എന്ത് കിട്ടി? എ ഡോട്ട് ബി നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. എ ഡോട്ട് ബി 0 എന്ന കണ്ടീഷൻ ഒന്ന് നോക്കി നോക്ക്. എ ഡോട്ട് ബി 0 എന്ന കണ്ടീഷൻ എപ്പാ? എ പെർപെൻഡിക്കുലർ ടു ബി ആവുമല്ലേ? അല്ലെങ്കിൽ ബി പെർപെൻഡിക്കുലർ ടു എ ആവുമല്ലേ? അപ്പോ നമുക്ക് എന്ത് എഴുതാ? സൈഡിൽ വൃത്തിക്ക് എഴുതി വെച്ചോ. ഇഫ് ടു വെക്ടേഴ്സ്, ഇതിന്റെ ഒക്കെ അപ്ലിക്കേഷൻ ഞാൻ പിന്നെ പറഞ്ഞു തരും. എഴുതി വെച്ചോ. ആർ പെർപെൻഡിക്കുലർ their dot product അഥവാ സ്കേലാർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? സ്കേലാർ പ്രൊഡക്റ്റ് എന്തായിരിക്കുംടാ? 0 ആയിരിക്കും. സിമ്പിൾ. ഇഫ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0, എ പെർപെൻഡിക്കുലർ ടു ബി. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു. എങ്ങനെ? എ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും തന്നു, എ എന്ന് പറഞ്ഞ ഒരു വെക്ടറും തന്നു, ബി എന്ന് പറഞ്ഞ ഒരു വെക്ടറും തന്നു. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ തന്നു. അപ്പൊ നിങ്ങൾ എ ഡോട്ട് ബി കണ്ടു നോക്കുക. എ ഡോട്ട് ബി കാണുമ്പോൾ അതിന്റെ ഉത്തരം 0 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന്. അത്രയേ ഉള്ളൂ. അതേ സ്ഥാനത്ത് എ ഡോട്ട് ബി ഈക്വൽ ടു സം വാല്യൂസ് കിട്ടി. അതിന്റെ അർത്ഥം എന്താ? ഈ വെക്ടർ ഒരിക്കലും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ല എന്ന്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൽ അപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു പോയിന്റിലേക്കും കൂടി പോവാം. ഏതാ പോയിന്റ്? മാക്കട്ടെ, ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇപ്പൊ സ്പീഡ് പറഞ്ഞു പോകുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് ഇതിൽ നിന്ന് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഒക്കെ അപ്ലിക്കേഷൻ. ഞാൻ ഇതിങ്ങനെ ഡീറ്റെയിൽ ആക്കാൻ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായോടാ? മനസ്സിലാവണടാ? മനസ്സിലായി? ഞാൻ സ്പീഡിൽ എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ എക്സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും, പേടിക്കണം കേട്ടോ. അടുത്ത നമുക്ക് എന്താക്കാം? ഇതിൻ്റെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് നോക്കാം. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എൻ്റെ ക്ലാസ് കാണുന്നാലേക്ക് അറിയാം. എന്തറിയാ? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്താണെന്നറിയാം. എന്തായിരുന്നു ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്? പറടാ, എന്തായിരുന്നടാ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ ആക്സിസിലെ യൂണിറ്റ് വെക്ടേഴ്സിനെയാണ് എന്ത് പറയാ? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയാം. ഇതെന്താ? ഇത് ഐ ക്യാപ്പ്, ഇത് ജെ ക്യാപ്പ്, ഇത് കെ ക്യാപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ചെയ്ത് നോക്കാം. എന്നുവെച്ചാൽ ഐ ക്യാപ്പ് ഇതൊരു വെക്ടർ തന്നെയല്ലേ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയ ഒരു വെക്ടർ തന്നെയല്ലേ ഇത് ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ചെയ്ത് നോക്കാം. എന്ത് കിട്ടും? മോഡുലസ് ഓഫ് ഐ ക്യാപ്പ് ഇൻറ്റു കോസ് തീറ്റ എന്നല്ല ഉത്തരം കിട്ടുക. കാരണം എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ ഐ ഡോട്ട് ഐ എന്താ? മോഡുലസ് ഓഫ് ഐ കോസ് തീറ്റ. ഐ എന്ന് വെച്ചാൽ എന്താ? ഇതന്നെ. അപ്പോൾ വേറൊരു ഐയും കൂടിയും വരച്ചു. അതിൻ്റെ തമ്മിലുള്ള ആംഗിൾ എത്രയാ? ആംഗിൾ എങ്ങനെയാണ് കാണുക?
ടൈലുമില്ല അതിന്റെ ടൈല് വെച്ചു, അതിന്റെ മുകളിൽ അതിന്റെ ടൈൽ തന്നെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രി അല്ലേ? അപ്പൊ ഇവിടെ തീറ്റ എന്താ? 0 ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഐ ഡോട്ട് ഐ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഐ എത്രയാ? മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ എത്രയാ? 1 അല്ലേ? 1 ഇൻറ്റു എന്ത് കിട്ടും? cos 0 കിട്ടും. cos 0ന്റെ വാല്യൂ ഞാൻ ഇത്ര നേരം പറഞ്ഞത്രയാ? cos 0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 1 ഇൻറ്റു 1 കിട്ടും. അതിന്റെ ഉത്തരം എത്രയാ? 1. അപ്പൊ ഐ ഡോട്ട് ഐ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി അല്ലേ? ഇതന്നല്ലേ എന്ത് ജെ ഡോട്ട് ജെ ചെയ്താലും കിട്ടുക? ഇതന്നല്ലേ എന്ത് കെ ഡോട്ട് കെ ചെയ്താലും കിട്ടുക അല്ലേ? ആണ്. എന്താക്കുക? കള്ളിയിലാക്കി വെക്കുക. ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു കെ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു 1. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. മനസ്സിലായോടാ? ഇത് മനസ്സിലാക്കാനൊന്നും ഇല്ലല്ലോ. കാരണം ഐ ഡോട്ട് ഐ എടുത്തു, കാരണം സെയിം വെക്ടർ ആയതുകൊണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആയിരിക്കും. സോ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടി 1 ഇൻറ്റു 1 ഇൻറ്റു cos 0 1. അപ്പൊ ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെ എന്ന് വെച്ചാൽ സിമിലർ. ജെ ഡോട്ട് ജെ ഒന്ന് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ജെ ഇൻറ്റു കോസ് തീറ്റ. ജെ ഡോട്ട് ജെ എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ജെ, വീണ്ടും ഒരു ജെ ഇങ്ങനെ തന്നെ. അപ്പൊ അതിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പൊ 1 ഇൻറ്റു മോഡുലസ് ഓഫ് ജെ എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റ് വെക്ടർ ആണ്, അത് 1 ആണ്. 1 ഇൻറ്റു കോസ് തീറ്റ എത്രയാ? 1. അപ്പൊ എത്ര കിട്ടും? കാരണം cos 0 ഈക്വൽ ടു 1. അപ്പൊ എത്ര കിട്ടും? ഉത്തരം 1. ജെ ഡോട്ട് ജെ ഒക്കെ 1 കിട്ടി. അതുപോലെ തന്നെ സിമിലർലി കെ ഡോട്ട് കെയും 1. ഇതിന്റെ അർത്ഥം എന്താ? യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടുന്നു. ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, അടുത്ത ഒരു കാര്യം ചെയ്ത് നോക്കാം. ഐ ഡോട്ട് ജെ ചെയ്ത് നോക്കാം. ഐ ഡോട്ട് ജെ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരിക. ഞാൻ ബേസിക്സ് ആയിട്ട് പറയുന്നുള്ളൂ. ഇതൊക്കെ ബേസിക്സ് ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക ആദ്യം. ഐ ഡോട്ട് ജെ ചെയ്ത് നോക്കാം. മോഡുലസ് ഓഫ് ഐ ക്യാപ്പ് ഡോട്ട് മോഡുലസ് ഓഫ് ജെ ക്യാപ്പ് ഡോട്ട് കോസ് തീറ്റ. ഐ ഇത് അല്ല, ഇത് വെക്ടർ ഐ അല്ലേ? യൂണിറ്റ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് 1 ആയ. ജെ ഇത് ഞാൻ കുറച്ച് വലുതാക്കി വരച്ചേ ഉള്ളൂ. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. അപ്പോൾ ഐ ഡോട്ട് ജെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു കോസ് 90 ഡിഗ്രി. കോസ് 90 എത്രയാടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞു സൈൻ 0 0, സൈൻ 90 1, കോസ് 0 1, കോസ് 90 0. ഇത് മാത്രം ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? കോസ് 90 0 എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? 1 ഇൻറ്റു 0. അതിൻ്റെ അർത്ഥം എന്താ? 0. അങ്ങനെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. അടുത്ത നോക്ക്, അടുത്ത എന്താ ചെയ്യാ? ജെ ഡോട്ട് കെ ചെയ്യാം. ജെ ഡോട്ട് കെ ചെയ്യാം. എന്താ? ജെ മോഡുലസ് ഓഫ് കെ ഇൻറ്റു കോസ് തീറ്റ. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്ര വരിക? ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ 3 ഡയമെൻഷനിലായിട്ട് ആലോചിക്കുക. അതിൻ്റെ ഇടയിൽ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഇതിങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഇതെങ്ങനെയുള്ള ആക്ച്വലി ഇങ്ങനെ പുറത്തോട്ടുള്ളത്. ഇതിങ്ങനെ വരക്കാൻ നമുക്ക് 2 ഡയമെൻഷനിൽ പറ്റൂ. ഇതിങ്ങനെ റെഡിക്ക് ഇത് എക്സ്, ഇത് വൈ, ഇതാണ് സെഡ്. നിങ്ങളെ കൊള്ളിയാണ് സെഡ് ഉള്ളത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ല, ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഐന്റെ പേരൽ ഐക്ക് പെർപെൻഡിക്കുലർ ആണ്, ജെക്ക് പെർപെൻഡിക്കുലർ ആണ്, കെക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ത്? ഐ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതും 0 എന്ന് കിട്ടും. അങ്ങനെ ഇനി അടുത്ത പോയിന്റ് എഴുതാൻ പോവാട്ടോ. നമുക്ക് എന്ത് കിട്ടൂടാ? അടുത്ത പോയിന്റ് ഐ ഡോട്ട് ജെ കേപ്പ് ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് കെ കേപ്പ് ഈസ് ഈക്വൽ ടു കെ ഡോട്ട് ഐ കേപ്പ് ഈസ് ഈക്വൽ ടു 0. ഇതും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. സിമ്പിൾ അല്ലേ? ഇതാണ് ബേസിക്സ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ എന്താവും? ഒക്കെ മനസ്സിലാവും. നമുക്ക് അതിലേക്ക് പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. എടാ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അപ്പം മനസ്സിലാവും ഞാൻ ഇത്ര നേരം പറഞ്ഞത് എന്താ. നിങ്ങളിങ്ങനെ അന്ധപ്പെട്ടിരിക്കുകയായിരിക്കില്ലേ ഇങ്ങനെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ? പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് എന്താക്കാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, അപ്പം മനസ്സിലാവും എന്തെല്ലാം പറഞ്ഞത്. വെക്ടർ എ ഈസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ്. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 4i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ്. നമ്മളോട് ചോദിച്ചെന്താ? എ ഡോട്ട് ബി ആണ് ചോദിച്ചത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ബേസിക്സ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് അറിയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ പ്ലസ് ബി മൾട്ടിപ്ലൈഡ് ബൈ സി പ്ലസ് ഡി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക? ഇതെങ്ങനെ ഇങ്ങനത്തെ സാധനം സോൾവ് ചെയ്യുക?
എങ്ങനെയാ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താക്കണം, ഇതേ ഇൻറ്റു ഇതും ചെയ്യണം, ഇതേ ഇൻറ്റു ഇത് ചെയ്യണം. എന്ന് വെച്ചാൽ AC പ്ലസ് AD ചെയ്യണം. എന്ന് വെച്ചാൽ ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് ചെയ്യണം ആദ്യം. പിന്നെ B എന്നുള്ള സാധനം ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് എന്ന് വെച്ചാൽ BC പ്ലസ് BD. ഇങ്ങനെയാണ് എന്ത്, ഇങ്ങനെയുള്ള സാധനത്തിന്റെ ജനറൽ ഫോം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം, 3 + 2 ഇൻറ്റു 4 + 7 അല്ലെ, 4 എന്താക്കാം 3 + 2 ഇൻറ്റു 4 + 5. ഈ സാധനം നിങ്ങൾക്ക് തന്നേന്ന് വെച്ചോ. ഇതിന്റെ എങ്ങനെ നമ്മൾ ചെയ്യുക, ഈ പറഞ്ഞ രീതിക്കാണ് എങ്ങനെ ചെയ്യുക, ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇതല്ലേ, 3 × 4 എത്രയാ 12 പ്ലസ് 3 × 5 എത്രയാ 15. ഓക്കെ അല്ലേ. ഇനിയിപ്പോ പിന്നെന്താ ചെയ്യുക, ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇതല്ലേ, 2 × 4 8 പ്ലസ് 2 × 5 10. ഇതെത്രയാ കിട്ടുക, 10ഉം 18ഉം 2ഉം 20ഉം 10ഉം 30ഉം 45 അല്ലേ ഇതിന്റെ ഉത്തരം കിട്ടുക. ഇതിന്റെ ഉത്തരം കിട്ടുക 45ആണ്. ഇനിയിപ്പോ ഇത് ഈ മെത്തേഡ് വെച്ച് ചെയ്തിട്ട് നമുക്ക് അല്ലാണ്ട് ഇങ്ങനത്തെ ഇതിപ്പോ രണ്ടും അറിയാവുന്നതുകൊണ്ടല്ലേ, ഇതെത്രയാ, ഇത് കൂട്ടണം ഇതെത്രയാ 5 ഇൻറ്റു ഇത് കൂട്ടണം ഇതെത്രയാ 9, 4 5 എത്രയാ 45 അല്ലേ, 9 5 എത്രയാ 45 അല്ലേ. ഇതാണെന്ത്, ഇങ്ങനെ ചെയ്താലും ഈ ജനറൽ ഫോം ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ, സെയിം ആണ്. ഇനിയിപ്പോ ഇതിലേക്ക് വരാം. ഇതെന്താണ്, പ്യുവർ ബേസിക്സ് ആണ്, അത് മനസ്സിലാക്കാം. ആൻഡ് നമുക്ക് ഇതിലേക്ക് പോവാം. നമുക്കെന്താ കാണണ്ടേ, വെക്ടർ A.B ആണ്. നമുക്ക് അങ്ങനെ എഴുതാം, ഡയറക്റ്റ് തന്നെ എഴുതാം. ഈ 3i പ്ലസ് 4j തന്നിട്ടുണ്ട്. ഡോട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞേ, എന്തുമായിട്ടാണ് ചെയ്യാൻ പറഞ്ഞേ, 4i പ്ലസ് 3j ആയിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ എന്താക്കുക, ഇതേ സാധനം ഇവിടെ അപ്ലൈ ചെയ്തേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇൻറ്റു ഇത് ചെയ്യണം പ്ലസ് ഇതേ ഇൻറ്റു ഇത് ചെയ്യണം. മനസ്സിലായില്ലേ. അപ്പൊ ഇതേ ഇൻറ്റു അത് ചെയ്ത് നോക്ക്, 3i പ്ലസ് അപ്പൊ എന്ത് കിട്ടും, 3i ഡോട്ട് 4i പ്ലസ് ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇതല്ലേ, 3i പ്ലസ് അല്ല 3i ഡോട്ട് 3j. ഇതൊരു പക്കായോ, ഇതേ ഇൻറ്റു ഇത് ചെയ്ത് ഇതേ ഇൻറ്റു ഇത് ചെയ്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് ചെയ്യണം. അതെന്താ, പ്ലസ് 4j ഡോട്ട് 4i പ്ലസ് 4j ഡോട്ട് 3j 4j ഡോട്ട് 3j. ഇതുവരെ പക്കല്ലേ. ഇപ്പൊ എന്താ ചെയ്തേ, ഇതേപോലെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതൊരു കോമൺ ആയിട്ടുള്ള സാധനമാണ്. ഇതേപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്തു. 3i ഡോട്ട് 3j. ഇതിൽ മഷിയില്ല 3i ഡോട്ട് ഇതെന്താ മഷിയില്ല. 3i ഡോട്ട് 4i എന്താ 12i ഡോട്ട് i അല്ലേ 3 × 4 എത്രയാ 12 i ഡോട്ട് i. 3 × 3 9 i ഡോട്ട് j പ്ലസ് 4 × 4 16 j ഡോട്ട്. ഞാൻ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇപ്പം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ട്, പേടിക്കണ്ട. തുടരെ ചെയ്ത് ഇതൊക്കെ സിമ്പിൾ ആവും. ഇതെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് പറയുന്നതാണ്. ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരും. 16 j ഡോട്ട് i പ്ലസ് 12 j ഡോട്ട് j. നമ്മൾ തൊട്ട് മുമ്പ് കള്ളിയിലാക്കി വെച്ച കാര്യം ഒന്ന് നോക്കി നോക്ക് നിങ്ങൾ. i ഡോട്ട് i എന്താ, i cos തീറ്റ. അതിന്റെ തീറ്റ 0 ആവുന്നത് കൊണ്ട് cos 0 എത്രയാ 1 ആയതുകൊണ്ട് എത്രയാ ഇതെത്രയാ 1. അപ്പം 12 × 1 12 തന്നെ പ്ലസ് i ഡോട്ട് j എത്ര കിട്ടിയ ij sin തീറ്റ അല്ല ij cos തീറ്റ. cos 90 എത്രയാ 0 ആയതുകൊണ്ട് ഇതെന്താവും മൊത്തത്തിൽ 0. അപ്പൊ 9 × 0 പ്ലസ് 16 ഇൻറ്റു ജെ ഡോട്ട് ഐ എന്താ, ജെ ഡോട്ട് ഐ നമുക്ക് എന്താ കിട്ടിയ ഐ ഡോട്ട് ജെ തന്നെയാണ് ജെ ഡോട്ട് ഐയും. നമുക്ക് എന്താ കിട്ടിയേ 0 തന്നെയാണ് കിട്ടിയേ 12. ജെ ഡോട്ട് ജെ എന്താ കിട്ടിയേ ജെ കോസ് തീറ്റ. തീറ്റ അതിൻ്റെ ഇടയിൽ ജെൻ്റെ ഇടയിൽ 0 ആയതുകൊണ്ട് കോസ് 0 1. അപ്പൊ അതെത്രയാ 1. ഇതുവരെ പക്ക അല്ലേ. ഒന്ന് നോക്കിയേ 12 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 12. അതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ ആൻസർ 24. നമുക്ക് എന്ത് കിട്ടി, ഈ 24 എന്താ ന്യൂമറിക്കൽ വാല്യൂ അല്ലേ. നമുക്ക് 2 വെക്ടർ തന്നു, അതിനെ ഡോട്ട് ചെയ്തപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയില്ലേ. ഇത്രയാണ് എന്ത് ഡോട്ട് പ്രൊഡക്റ്റ്. ഇത് ഞാൻ കോമൺലി ചെയ്തതാണ്. ഇനി സിമ്പിൾ ആയിട്ട് ഇതിനെന്തുണ്ട്, ഒരു ട്രിക്ക് ഉണ്ട് ചെയ്യുന്നത്. അതിലേക്ക് പോവാം. നിങ്ങൾ ഇത് എഴുതിയെടുത്തില്ലേ, എഴുതിയെടുത്ത് മയക്കട്ടെ. ട്രിക്ക് വളരെ സിമ്പിൾ ആടാ. ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് ചെയ്യേണ്ടതില്ല.
ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതിന്റെ ബേസിക്സിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. നമുക്കിപ്പോൾ ഒരു വെക്ടർ എന്ത് തന്നു? വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ് എന്നുള്ള രൂപത്തിലാണ് തന്നത്, കോമൺ ആയിട്ട് തന്നേന്ന് വെച്ചോ. വെക്ടർ ബി എന്ത് തന്നു? ബി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ബി വൈ ജെ ക്യാപ്പ് പ്ലസ് ബി സെഡ് കെ ക്യാപ്പ് എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി കാണാനുള്ള ഇക്വേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. ഇത്രയാ നിങ്ങൾ ചെയ്യണ്ടു. ഇതാണെന്ത് കളിയിലാക്കിക്കോ. ഇങ്ങനെ ഗിവൺ ചെയ്ത് കഴിഞ്ഞാൽ എ ഡോട്ട് ബി കാണേണ്ട ട്രിക്ക്. ഇങ്ങനെ കാർട്ടീഷ്യനിലാണ് തന്നത്, അതിന് എ ഡോട്ട് ബി കാണാൻ ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യാം. ചെയ്ത് നോക്കി, ഇതിന്റെ ഒന്ന് ചെയ്ത് നോക്ക്. വെക്ടർ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ എക്സ് ബി എക്സ് എന്ന് വെച്ചാൽ ഇതേ ഇൻറ്റു ഇത് 12 പ്ലസ് എ വൈ ബി വൈ എന്ന് വെച്ചാൽ എ വൈ എന്ന് വെച്ചാൽ ഇത്, ബി വൈ എന്ന് വെച്ചാൽ ഇത്. എ വൈ ബി എത്രയാ? 12 24. 2 സ്റ്റെപ്പിൽ ഉത്തരായി. നിങ്ങൾ ഇത്രയും കണ്ടത് ടെൻഷൻ അടിക്കണ്ട. ഈ ട്രിക്ക് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? ഉത്തരായി. നിങ്ങൾ ഏത് രീതിക്ക് ചെയ്തു എന്നല്ല, ഇതൊക്കെ വൃത്തിക്ക് ആൻസർ ഷീറ്റിൽ ഉണ്ടാവണം. ഇഫ് എ വെക്ടർ എ ഈസ് ഈക്വൽ ടു എക്സ് ബി ഇങ്ങനെയാണെങ്കിൽ, വെക്ടർ ബി ഇങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതിയാൽ, നിങ്ങളിങ്ങനെ 3x4 പ്ലസ് 4x3 എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ആക്കി എഴുതി അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. എന്താ സാധാരണ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്കിനി എന്താക്കാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനത്തെ സിസ്റ്റത്തിലല്ല, ഇങ്ങനെ തന്നെയാണ് തന്നത്. എ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ് മൂവ്സ് എ പാർട്ടിക്കിൾ ഫ്രം ഒറിജിൻ ടു എ പോയിന്റ് ഏതാ? 6i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. ഫൈൻഡ് ദ വർക്ക് ഡൺ. എഫ് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ. W ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആ. എഫ് ഡോട്ട് എസ് ആ നമുക്ക് എങ്ങനെയാണ്? കാർട്ടീഷ്യൻ്റെ അകത്താണ് തന്നത്. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചില്ലേ? എങ്ങനെയാ പഠിച്ചത്? എക്സ് ബി എക്സ് എ വൈ ബി വൈ എ സെഡ് നേരത്തെ ചെയ്ത പോലെ ചെയ്യണ്ട, സിമ്പിളാക്കി ചെയ്തൂടെ? എന്താ ചെയ്തു? നോക്കിക്കോളെ. എന്താ എ എക്സ് ബി എക്സ് എന്ന് വെച്ചാൽ ഇതേ ഇൻറ്റു ഇത് പ്ലസ് 2x6 പ്ലസ് ഇതേ ഇൻറ്റു ഇത് പ്ലസ് 3x2 പ്ലസ് ഇതേ ഇൻറ്റു ഇത് 4x3 എന്ന് വെച്ചാൽ 12 പ്ലസ് 6 പ്ലസ് 12 വെട്ടിയല്ല കേട്ടോ. 24 6 30 ജൂൾ. സിമ്പിൾ. നമ്മൾ എത്ര ഒരു സ്റ്റെപ്പിൽ എന്താക്കി? ഉത്തരേതി. ഈ ട്രിക്ക് വെച്ച് പഠിച്ചാൽ മതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ എ ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇത് തന്നിട്ടുണ്ട്, വർക്ക് ഡണ്ണാ ചോദിച്ചത്. അതിന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വേണം. എന്തിന്? വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എഫ് ഡോട്ട് എസ് ആണ്. 2 ഇൻറ്റു എഫ് ഡോട്ട് എസ് ചെയ്തു, നമുക്ക് ഉത്തരം കിട്ടി. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോയിക്കൂടെ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ബേസിക്സിന്റെ ഒരു അപ്ലിക്കേഷനാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നെ? വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 8k ക്യാപ്പ് ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി ഈസ് ഈക്വൽ ടു 4i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് ak ക്യാപ്പ്. നമ്മളോട് ചോദിച്ചത് ഈ എ എന്താ വരിക? ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് ബി എന്ന് പറഞ്ഞ വെക്ടർ എങ്കിൽ അതിന്റെ നമുക്ക് ഈ വാല്യൂ എന്താ വരിക? ഇവിടെയാണ് നമ്മൾ പഠിച്ച ബേസിക്സിന്റെ ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെക്ടർ പെർപെൻഡിക്കുലറിനെ നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്. ഒരു വെക്ടർ പെർപെൻഡിക്കുലർ ടു വേറൊരു വെക്ടർ ആണെങ്കിൽ ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അതിവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ ഉത്തരം കിട്ടൂലേ? ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പം ചെയ്യുമ്പോൾ കണ്ടോ. എ ഡോട്ട് ബി ഒന്ന് കാണും. എ ഡോട്ട് ബി എന്തായിരിക്കും ഇവിടെ? എ ഡോട്ട് ബി എന്തായിരിക്കും? ഇതേ ഇൻറ്റു ഇത് പ്ലസ് മറ്റേ എ എക്സ് ബി എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് ആയിരിക്കും എന്ത്? എ ഡോട്ട് ബി ചെയ്താൽ കിട്ടുന്നത്. ഇതാണ് ട്രിക്ക്. അങ്ങനെ ചെയ്തോ. എ എക്സ് ഇൻറ്റു ബി എക്സ് എത്രയാ? 4x2 പ്ലസ് 3 ഇൻറ്റു -4. ഇത് ശ്രദ്ധിക്കണം. 3 ഇൻറ്റു -4 പ്ലസ് 8 ഇൻറ്റു എ. 8 ഇൻറ്റു ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? എ. അതാ നമുക്ക് അറിഞ്ഞൂടാത്തെ. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ
ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ. അപ്പൊ എന്താ 8 പ്ലസ് 3 - 4 -3 എത്രയാ -12 പ്ലസ് 8a ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. 8 പ്ലസ് -12 എന്ന് വെച്ചാൽ 8 - 12 അത്രയാ -4 പ്ലസ് 8a ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഈ -4 അപ്പുറം പോകുമ്പോൾ എന്താ +4 ആവും. അപ്പൊ 8a ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പൊ a ഈസ് ഈക്വൽ ടു എന്താടാ 8 ഈസ് ഈക്വൽ ടു എന്താടാ 4 ഡിവൈഡഡ് ബൈ 8 അത്രയാ 1/2 അല്ലെങ്കിൽ 0.5. അപ്പൊ എന്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ എന്താ സംഗതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സോറി കേട്ടോ, ആദ്യം ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നെ യാത്രയൊക്കെ വന്ന് മതി. ഇവിടെ ഒന്നും വരക്കല്ല. ഒന്നും പഠിക്കാനില്ല. നമ്മുടെ ഷിബിന് ഇവിടെ പോവാണ്, കാശ്മീർ പോവാണ്. അപ്പൊ ഇടങ്ങാറാക്കല്ല, വിട്ട് ക്ലാസ് എടുക്കുന്ന ഓട്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? നമ്മളെ വെക്ടർ എ നമുക്ക് എന്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടി 0.5 കിട്ടി. അപ്പൊ നമുക്ക് വെക്ടർ എന്താന്ന് എഴുതി കൂടെ? വെക്ടർ ബി ഈസ് ഈക്വൽ ടു 4i cap പ്ലസ് 4i cap മൈനസ് 4j cap പ്ലസ് എന്ത് 0.5 k cap. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയേ? പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടിയേ. ഇത്രയേ ഉള്ളൂ. എന്താടാ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. നമുക്ക് ഇനി എന്താക്കാം? അപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്ലിക്കേഷൻ വളരെ സിമ്പിളാ. ഈ ഡോട്ട് പ്രൊഡക്റ്റിന്റെ അപ്ലിക്കേഷൻ മയക്കാണ് വീണ്ടും അടുത്തെന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അപ്ലിക്കേഷൻ ഓഫ് എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് അഥവാ സ്കേലാർ പ്രൊഡക്റ്റ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ. എന്താ അപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു ഫൈൻഡ്, ഇത്രയേ ഉള്ളൂ. ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. 2 വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ, കാർട്ടീഷ്യൻ പ്ലെയിനിൽ 2 വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കാണാൻ എന്തിനു ഉപയോഗിക്കുന്നത്? ഈ ഡോട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലല്ലോ? മനസ്സിലാക്കി തരാം. വെക്ടർ എ തന്നു, വെക്ടർ ബി തന്നു. അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്തായിരുന്നു കിട്ടുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഈ കോസ് തീറ്റ എന്ന് വെച്ചാൽ അതിന്റെ ആംഗിൾ അല്ലേ. അപ്പം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഈ കോസ് തീറ്റ ഇവിടെ വെച്ചു, ഇൻറ്റു ഒക്കെ എവിടെ പോകുമ്പോൾ എന്തായി? ഇവിടെ പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആയി. ഈ സാധനം എന്താക്കുക? മാർക്ക് ചെയ്ത് വെച്ചോ. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ആൻഡ് എങ്ങനെ കാണാം? ഈ തീറ്റ മാത്രം നമുക്ക് കാണണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോസ് ഇൻവേഴ്സ് ഓഫ് ഇത്രയും സാധനത്തിനാ ഇതിൻ്റെ ഉള്ളിൽ എഴുതാം. വെക്ടർ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ബി. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? മൊത്തത്തിൽ മനസ്സിലാവും. സോ ഇതെന്താക്കാം? പെട്ടെന്ന് എഴുതിയെടുക്കാം. ഞാൻ മയക്കട്ടെ. എടാ എങ്ങനെയാടാ ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എഴുതിയെടുത്തില്ലേ? മയക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഇങ്ങനെയാണ് വെക്ടർ എ ഈസ് ഈക്വൽ ടു 3i cap പ്ലസ് 4j cap അങ്ങനെ തന്നു. വെക്ടർ ബി ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എങ്ങനെ തന്നു? 5i cap പ്ലസ് 12j cap ഇത് തന്നു. നിങ്ങളോട് എന്താ ചോദിച്ചേ? ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം അഥവാ ഫൈൻഡ് ആംഗിൾ തീറ്റ. ഇതാണ് നിങ്ങളോട് ചോദിച്ചത്. അതെങ്ങനെ നമുക്ക് എഴുതാം? നമുക്ക് എന്തറിയാം? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നറിയാം. ഇതില്ല കേട്ടോ. അപ്പോ കോസ് തീറ്റ എന്താ? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. അതിനെ ഇങ്ങനെ എഴുതാം. എ ഡോട്ട് ബി കണ്ടൂടെ? സിമ്പിൾ അല്ലേ? നമ്മൾ ഇത്ര നേരം പഠിച്ചില്ലേ? എ ഡോട്ട് ബി എന്തായിരുന്നു? എ ഡോട്ട് ബി ഇതിൽ നിന്ന് കണ്ടോ? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത്. ഇതെത്രയാ? 3 ഇൻറ്റു 5 എത്രയാ? 15 പ്ലസ് 12 ഇൻറ്റു 4 എത്രയാ? 12 ഇൻറ്റു 4 48. അപ്പൊ ഇത് എത്ര കിട്ടും? ടോട്ടൽ 63 കിട്ടും. ഇത് പക്ക അല്ലേ? പക്കാണ്. ഇനിയിപ്പോ മോഡ് എ എങ്ങനെയാ കാണുക? ഇങ്ങനെ കാർട്ടീഷ്യനിൽ തന്നെ ഇങ്ങനത്തെ സിസ്റ്റത്തിലാ തന്നെങ്കിൽ എങ്ങനെയാ ചെയ്യാ? റൂട്ട് ഓഫ് ax² പ്ലസ് bx². അപ്പൊ ഇതെന്താ? റൂട്ട് ഓഫ് 3² പ്ലസ് 4². 3² പ്ലസ് 4² എത്രയാ? ഉത്തരം കിട്ടുക റൂട്ട് 9 പ്ലസ്
16 റൂട്ട് 25 ഇസ് ഈക്വൽ ടു 5. സിമ്പിൾ. ഇനിയിപ്പോൾ അടുത്ത് എങ്ങനെയാ മോഡുലസ് ഓഫ് ബി എങ്ങനെയാ കാണുക? മോഡുലസ് ഓഫ് ബി എങ്ങനെയാ കാണടാ? വളരെ സിമ്പിൾ അല്ലേ? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് ഇതിനാ ഞാൻ പറഞ്ഞത് എന്ത് തുടക്കം മുതൽ നമ്മൾ പാർട്ട് 1 എന്ത് കാണാൻ? ബേസിക്സ് കാണാൻ. 12 സ്ക്വയർ എത്രയാ? 12 സ്ക്വയർ എത്രയാടാ? 25 പ്ലസ് 12 സ്ക്വയർ 144. ഇത് എത്ര കിട്ടും? റൂട്ട് 169 കിട്ടും. റൂട്ട് 169 എത്രയാനും? 13. ഇത്രയും പോയിന്റ് നമുക്ക് കിട്ടി. നമുക്ക് വേണ്ട വാല്യൂസ് ഒക്കെ ആയി. ഇനിയിപ്പം കോസ് തീറ്റ കണ്ടൂടെ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 63. എ ഡോട്ട് ബി എത്രയാ? 63 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 5 ഇൻറ്റു 13. 5 ഇൻറ്റു 13 എത്രയാ? 68. അപ്പോൾ 63 ബൈ എത്ര കിട്ടും? 5 ഇൻറ്റു 30 68 കിട്ടും. അപ്പം തീറ്റ എത്രയാ? കോസ് ഇൻവേഴ്സ് 63 ഡിവൈഡഡ് ബൈ 68. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം എത്രയാ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ കിട്ടുക? 40 പോയിന്റ് സംതിങ് ആറ്റാ കിട്ടുക. നിങ്ങൾ എന്താക്കുക? കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എന്ത് വരുന്നത് ഇതിൽ നിന്ന് ചെയ്തു വരുന്നത്? നിങ്ങൾ എന്താക്കുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താക്കുക? വീണ്ടും 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 ചെയ്തു നോക്കുക. നമുക്ക് ഇനി അടുത്ത എന്തിലേക്ക് പോവാം? വെക്ടർ പ്രൊഡക്റ്റിലേക്ക് പോവാം. സോ ഇത് മയക്കാണ്. നിങ്ങൾ എഴുതിയെടുക്കുക. നന്നായി പഠിക്കുക. എടാ അടുത്ത നമ്മളെ ടോപ്പിക് എന്താ? അടുത്ത നമ്മളെ ടോപ്പിക്കാണ് എന്ത്? വെക്ടർ പ്രൊഡക്റ്റ് അഥവാ എന്തടാ? വെക്ടർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ്. എടാ ഞാൻ ഇതിന്റെ ബേസിക്സ് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓർമ്മയില്ലടാ? എന്തായിരുന്നു അത്? എന്തായിരുന്നു? നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്, അതിന് മറ്റൊരു വെക്ടറും തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുതിയ വെക്ടർ ഇല്ലേ? പുതിയ വെക്ടർ ആണെങ്കിൽ ആ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? വെക്ടർ പ്രൊഡക്റ്റ് അഥവാ ക്രോസ് പ്രൊഡക്റ്റ്. ഇത് മനസ്സിലായില്ലേ? അതിനുശേഷം ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞപ്പോൾ അതിനൊരു എക്സാമ്പിൾ വർക്ക് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ടോർക്ക്. ടോർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കാണുന്നവർക്ക് അറിയാം ടോർക്കിന്റെ ഇക്വേഷൻ. അതായത് പറഞ്ഞ ബേസിക്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ചാപ്റ്റർ ഒക്കെ എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. ടോർക്ക് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പാർട്ട് 1 ഇതിന്റെ പാർട്ട് 1 കണ്ടവർക്ക് അറിയാം എന്ത്? ഫോഴ്സ് ഒരു വെക്ടറാ, ടോർക്ക് ഒരു വെക്ടറാ, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടറാ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വെക്ടറാ. അവിടെ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? ക്രോസ് പ്രൊഡക്റ്റ്. മനസ്സിലായോ? അതേ സ്ഥാനത്ത് നേരത്തെ വർക്ക് എന്തായിരുന്നു? W = F(S) ആണ്. ബട്ട് വർക്ക് ഒരു സ്കേലാർ ആണ്. ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു. ഇപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായില്ലേ? യെസ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? A ഡോട്ട് B = AB cos θ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തുണ്ട്? A ക്രോസ് B ഉണ്ട്. നമ്മൾ അതിലേക്ക് പോവാണെങ്കിൽ നമ്മൾ കൺസിഡർ എ വെക്ടർ എ. എപ്പോഴും വെക്ടർ എ എടുക്കുന്നത്, അത് കോമൺ ആയിട്ട് എടുക്കുന്ന കേട്ടോ. വെക്ടർ ബി എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? ആംഗിളാണ് തീറ്റ. ഇതുവരെ പക്ക അല്ലേ? അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ക്രോസ് വെക്ടർ ബി ചെയ്താൽ അത് എന്ത് കിട്ടും? ആ വെക്ടർ ഒരു വെക്ടർ എന്ന് വെച്ചാൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ടല്ലോ. അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് എന്ത്? എ ബി സൈൻ തീറ്റ. ബട്ട് ഇത് എന്തായാലും ഒരിക്കലും മാറിപ്പോരുത്. എ ക്രോസ് ബി ആണ് എ ബി സൈൻ തീറ്റ, എ ഡോട്ട് ബി ആണ് എ ബി കോസ് തീറ്റ. ഇതാണ് എന്ത്? നമുക്ക് കിട്ടാൻ പോകുന്ന വെക്ടറിന്റെ എന്തടാ? മാഗ്നിറ്റ്യൂഡ്. ഒരു വെക്ടറിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ആയിക്കല്ലോ. കിട്ടാൻ പോകുന്ന വെക്ടറിന് എന്തുണ്ട്? ഒരു ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറലി പറയുമ്പോൾ എൻ ക്യാപ്പ് എന്ന് പറയും. കാരണം അത് ഏതാവാം? ഐ ക്യാപ്പ് ആക്കാം, ജെ ക്യാപ്പ് ആവാം, അങ്ങനെ ഏത് യൂണിറ്റ് വെക്ടർ ആവാം. ഈ എൻ ക്യാപ്പിനെ പറയുന്ന പേരാണ് എന്ത്? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വെക്ടർ കിട്ടി, സി എന്ന് പറഞ്ഞ വെക്ടർ. ഈ കിട്ടുന്ന സി എന്ന് പറഞ്ഞ വെക്ടർ ഇല്ലേ? ഈ സി എന്ന് പറഞ്ഞ വെക്ടർ പെർപെൻഡിക്കുലർ ടു എയുമാണ്, സി എന്ന് പറഞ്ഞ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബിയുമാണ് അർത്ഥം. ഇതാണ് എന്ത്? ഇത് മീൻ ചെയ്യുന്നത്. ഇതൊക്കെ എന്താക്കുക? ബേസിക്സ് ആണ്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉപകാരപ്പെടുക. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഈ എൻ ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ബോത്ത് പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ എന്ന് പറഞ്ഞ വെക്ടർ എടുത്തു, ബി എന്ന് പറഞ്ഞ വെക്ടർ എടുത്തു. ഇതാണല്ലേ ഇത്. ഇതിനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെയുള്ള ഏതെങ്കിലും ഒരു വെക്ടറാ കിട്ടുക. ഏത് ഡയറക്ഷൻ ആണെന്നൊക്കെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇങ്ങനെ തന്നെ ഒരു വെക്ടറാ കിട്ടുക. അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. സോ ഈ എ എന്ന് പറഞ്ഞ ബി, ഈ സാധനം ഇങ്ങനെ എടുത്തു. ഇതിൽ നിന്ന് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത്? ഇത് രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് കിട്ടുകയെന്ന്? വെക്ടർ കിട്ടുകയാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താ?
ഇങ്ങോട്ടോ അല്ലെ താഴോട്ടോ എന്നല്ലേ, ഇതാണ് വെക്ടർ. ഇങ്ങോട്ടാണെങ്കിലും ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, ഇങ്ങോട്ടാണെങ്കിലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇതിനെ ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. ഇങ്ങോട്ടാണെങ്കിലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, ഇങ്ങോട്ടാണെങ്കിലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ഇതിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ മുകളിലോട്ടാവാം താഴോട്ടാവാം. അതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ ക്വസ്റ്റ്യൻ ഇത് മുകളിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണോ താഴോട്ടുള്ള പെർപെൻഡിക്കുലർ ആണോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് A ക്രോസ് B എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിട്ടാൻ പോകുന്ന വെക്ടർ എന്ന് കിട്ടുക. ഇത്രയാണ് ഉള്ളൂടാ എന്ത് ഇതിന്റെ ബേസിക്സ്. നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താക്കും ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി കൊടുക്കാം. ലെറ്റ്സ് ഗോ. എടാ ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കും. ഒരു ശ്വാസം എടുത്തേ നന്നായി ശ്വാസം എടുക്കണം. നന്നായി ശ്വാസം എടുക്കെടുത്തോ. 1 2 3 എന്താക്കിയാ നല്ലോണം വെള്ളം കുടിച്ചേ. ഉന്മേഷ ചിന്തകൾ ഉണർന്നു വീശട്ടെ. എല്ലാം ഒന്ന് സെറ്റാട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ടഫായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലില്ലേ ഇത് ചെയ്ത് തന്നെ ലെവലാവും. കാരണം നിങ്ങളിപ്പം പുതിയൊരു മേഖലയിലേക്കാണ് കടക്കാൻ പോണത്. ഇതൊന്നും കണ്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ തളരും. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വീണ്ടും ചെയ്ത് നോക്കി മനസ്സിലാക്കണം. ഒന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നേ ഉള്ളൂ. കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്താൽ മതി എന്ന് മാത്രം. ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പിടികിട്ടും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ 5 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി 2 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താ അറിയോ? ഫൈൻഡ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. രണ്ട് സാധനം കാണാനാണ് നമ്മളോട് ചോദിച്ചത്. ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പം മനസ്സിലാവും. ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടില്ലേ മുകളിലോട്ടാണോ താഴോട്ടാണോ ഈ എൻ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി മനസ്സിലാവും. ക്വസ്റ്റ്യനിലൂടെ പോയാലാന്ന്. അല്ലാണ്ട് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഡൗട്ട് ആയിരിക്കും. നമുക്ക് എന്താ അറിയാം? എ ക്രോസ് ബി എന്താണെന്നറിയാം? എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് ആണെന്നറിയാം. ഇതിൻ്റെ കേസ് നിങ്ങൾ ഇപ്പം വിട്. നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. എ ബി സൈൻ തീറ്റ എടുത്ത് നോക്ക്. എ എത്രയാ? 5, ബി എത്രയാ? 2 സൈൻ 30. സൈൻ 30 എത്രയാ? 1/2. അപ്പോൾ 5 × 2 × 1/2. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഡയറക്ഷൻ ഉണ്ട്, ടേം കൂടി ഉണ്ട്. ബി ക്രോസ് എ ചെയ്ത് നോക്ക്. ബി ക്രോസ് എ ചെയ്ത് എന്ത് കിട്ടും? ബി എ സൈൻ തീറ്റ അല്ലേ? ബി എ സൈൻ തീറ്റ എൻ ക്യാപ്പ്. ഈ എൻ ക്യാപ്പിന്റെ കേസ് ഇപ്പൊ വിട്, അത് ഞാൻ പറഞ്ഞുതരാം. ബി എ സൈൻ തീറ്റ ചെയ്ത് കൊടുത്ത് 2 × 5 × സൈൻ 30 തന്നെയാ വരിക. സൈൻ 30 എത്രയാ? 1/2. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 5 × ഇവിടെ എന്തുണ്ട്? ഡയറക്ഷന്റെ ടേം ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബി ക്രോസ് എ ചെയ്തപ്പോൾ 5 കിട്ടി, എ ക്രോസ് ബി ചെയ്തപ്പോൾ 5 കിട്ടി? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ ആണെന്ന്? അല്ല, ഒരിക്കലുമല്ല. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ്. കാരണം അതിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷനിലേക്ക് പോകുന്നത്. ഇതാണ് ഇഫ് വെക്ടർ എ എന്ന് വെച്ചോ, ഇതാണ് വെക്ടർ ബി എന്ന് വെച്ചോ. ഇത് വെക്ടർ എ, വെക്ടർ ബി. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ തീറ്റ. അതാണ് 30 ഡിഗ്രി എന്ന് തന്നത്. എ ക്രോസ് ബി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഡയറക്ഷന് നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? ആ കാണുന്ന മെത്തേഡിന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഈ തമ്പ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? അല്ലെങ്കിൽ സ്ക്രൂ റൂൾ എന്ന് പറഞ്ഞ റൂൾ കൂടെ ഉണ്ട്. ബട്ട് നമ്മൾ ഇന്ന് തമ്പ് റൂൾ പരിചയപ്പെടാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പരിചയപ്പെടുന്നത്? ഇതിന്റെ ഡയറക്ഷൻ പരിചയപ്പെടുന്നത്. എ ക്രോസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ക്രോസ് എന്റെ എന്ത് സെയിം ആണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ബട്ട് ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എന്തല്ല? സെയിം അല്ല. അത് നോക്കാം. എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുക. ഇത് തമ്പ്, ഇത് അതിന്റെ പാമ്പ്. എ എന്ന് പറഞ്ഞ പൊസിഷനിൽ വെക്കുക. എന്നിട്ട് എന്താക്കുക? ബിയിലേക്ക് കേളിയ. എ എന്ന് പറഞ്ഞ പൊസിഷനിൽ വെച്ച് ബിയിലേക്ക് കേളിയുമ്പോൾ നമുക്ക് തമ്പിന്റെ ഡയറക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. തമ്പിന്റെ ഡയറക്ഷൻ എന്താ? ഇത് എ എന്ന് പറഞ്ഞ വെക്ടർ, ഇത് ബി എന്ന് പറഞ്ഞ വെക്ടർ. ഇതാ ഇങ്ങനെ. എ എന്ന് പറഞ്ഞ വെക്ടർ ഇത് കറുപ്പ്, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇത്. എ ക്രോസ് ബി ചെയ്യുമ്പോൾ എയിൽ കൈവച്ചിട്ട് ബിയിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് തമ്പ് കിട്ടുന്നുണ്ടല്ലോ. ഈ തമ്പിന്റെ ഡയറക്ഷൻ ആണ് എന്ത്? ആ വെക്ടറിന്റെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി കിട്ടുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ. അതെങ്ങോട്ടാ? അപ്വാർഡ്. അതേ സ്ഥാനത്ത് ബി ക്രോസ് എ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിരൽ ബേക്കോട്ടേക്ക് മടക്കാനാവില്ലല്ലോ.
മടക്കാനാവില്ലല്ലോ. സോ ബി ക്രോസ് എ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബി എന്ന് പറഞ്ഞ വെക്ടർ, ഇതാണ് എ എന്ന് പറഞ്ഞ വെക്ടർ. ബി എന്ന് പറഞ്ഞ വെക്ടറിൽ കൈവെക്കുക. കേളി ചെയ്യണം നമുക്ക്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് വെച്ച വെക്ടറിൽ കൈവച്ചാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കേളി ചെയ്യാൻ പറ്റൂലല്ലോ. ബി എന്ന് പറഞ്ഞ വെക്ടറിൽ വെച്ചിട്ട് എന്താക്കുക, കേളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തമ്പിൻ്റെ ഡയറക്ഷൻ കിട്ടൂലേ? എങ്ങോട്ടാ തമ്പിൻ്റെ ഡയറക്ഷൻ? അത് താഴോട്ടേക്കല്ലേ, ഇങ്ങനല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഡൗൺവേർഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡൗൺവേർഡ്സ്. നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് അറിയില്ല. ഇത് അപ്വേർഡും ഇത് ഡൗൺവേർഡും. സോ എ ക്രോസ് ബി ഒരിക്കലും എന്തല്ലടാ ബി ക്രോസ് എ അല്ല. ബി ക്രോസ് എ അല്ല. അതേ സ്ഥാനത്ത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. ബട്ട് അതിൻ്റെ ഡയറക്ഷൻ എന്തല്ല? സെയിം അല്ല. നമുക്ക് എങ്ങനെ എഴുതാ? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഡയറക്ഷൻ എന്താ? ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ബി ക്രോസ് എ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് അല്ലേ കിട്ടിയേ. അപ്പം മൈനസ് ബി ക്രോസ് എ എന്ന് എഴുതാം. ഇതെന്താക്കുക, പഠിച്ചു വെക്കുക. ഇത് ബേസിക്സ് ആയിട്ട് വേണ്ടതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉപകാരപ്പെടും. ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കുറേ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഒന്നുമില്ല, ആദ്യം നമ്മൾ വെക്ടർ എയും ബിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ എ ക്രോസ് ബി ചോദിച്ചു കഴിഞ്ഞാൽ എ എം എൽ പാമ്പ് വെക്കുക. എന്നിട്ട് എന്താക്കുക, ബിയിലേക്ക് കേളിയുമ്പോൾ കിട്ടുന്ന ഡയറക്ഷൻ ആണെന്ത് ഇങ്ങനെ വെക്ടർ എന്ന് വെച്ചോ, ഇങ്ങനെ വെക്ടർ തന്നേന്ന് വെച്ചോ. ഏത് വെച്ചിട്ട് ബിയിലേക്ക് പാമ്പ് കേളിയുമ്പോൾ കിട്ടുന്ന ഇതിൻ്റെ ഡയറക്ഷൻ ആണെന്ത്, തമ്മിൻ്റെ ഡയറക്ഷൻ ആണെന്ത്, റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ. അതേ സ്ഥാനത്ത് ബി ക്രോസ് എ ചെയ്യുമ്പോൾ ബിയിൽ ഇങ്ങനെ അല്ല കൈവെക്കാനാവും, അല്ലാണ്ട് ഇങ്ങനെ ബാക്കോട്ടേക്ക് ഓടിക്കാനാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ തമ്പിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാ ഉള്ളോട്ടേക്കാണ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ ഉള്ളോട്ടേക്കാണ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താക്കാം, ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ ഞാൻ ഡോട്ട് പ്രൊഡക്റ്റിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഐ ഡോട്ട് കെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇതിലും ഉണ്ട് എന്ത്, ഐ ക്രോസ് ജെ ഒക്കെ. അതിലേക്ക് പോവാം. ഇത് മയക്കാട്ടം നിങ്ങൾ എന്താക്കുക, പഠിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇവനെന്താ ഭയങ്കര സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത്, സാധാരണ സാറെ ക്ലാസ് ഇത്ര സീരിയസ് അല്ലല്ലോ എന്നല്ലോ. എടാ, ഒന്നാമത് ഞാനിന്ന് പോവാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ താഴെ വന്നിട്ടുണ്ട്, എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിത് പോയി കഴിഞ്ഞാൽ ഇത് എത്ര പെട്ടെന്ന് അവിടുത്തെ സ്ഥിതി ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എപ്പോൾ ക്ലാസ് എടുക്കാനാവുന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് തീർത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിക്കുന്നത്. അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ് നമ്മുടെ ടോപ്പിക്ക്? നമ്മുടെ ടോപ്പിക്കാണ് എന്ത്? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ്, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. ഇങ്ങോട്ടുള്ള സാധനം ഐ ക്യാപ്പ്, ഇങ്ങോട്ടുള്ള സാധനം വൈ ജെ ക്യാപ്പ്, ഇങ്ങോട്ടുള്ള സാധനം കെ ക്യാപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐ ഡോട്ട് ഐ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം എന്ത് ചെയ്ത് നോക്കാം, ഐ ക്രോസ് ഐ ചെയ്ത് നോക്കാം. ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു, നേരത്തെ എന്തായാലും എ ക്രോസ് ബി എന്താ, എ ബി സൈൻ തീറ്റ അല്ലേ, എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് അല്ലേ. ഐ ക്രോസ് ഐ എന്താ കിട്ടുക, മോഡുലസ് ഓഫ് ഐ ഇൻറ്റു സൈൻ തീറ്റ. ഹിയർ സൈൻ തീറ്റ എന്താ, മോഡുലസ് ഓഫ് ഐ എത്രയാ, 1a ഇൻറ്റു ഇതിൻ്റെ എത്രയാ 1a ഇൻറ്റു ഇവിടുത്തെ സൈൻ തീറ്റ എത്രയാ, ഐ ക്രോസ് ഐ സൈൻ തീറ്റ. തീറ്റ എത്രയാ, ഇവിടെ 0 ഡിഗ്രി അല്ലേ, സൈൻ 0. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്, സൈൻ 0 എന്താ, സൈൻ 0 ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഐ ക്രോസ് ഐ നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. ഇനിയിപ്പം ജെ ക്രോസ് ജെ ചെയ്ത് നോക്ക്. ജെ ക്രോസ് ജെ എന്താ, മോഡുലസ് ഓഫ് ജെ ഇൻറ്റു സൈൻ തീറ്റ. ജെൻ്റെയും ഇടയിലുള്ള തീറ്റ എത്രയാ, തീറ്റ 0. നിങ്ങൾക്ക് അറിയത് ഞാൻ വീണ്ടും പറയണില്ല. ഇപ്പം എന്താ, 1a ഇൻറ്റു 0, സൈൻ 0 അല്ലേ, അപ്പോൾ 0. നമുക്ക് ഇതിൽ നിന്ന് എന്ത് പോയിന്റ് കിട്ടി, ഇവിടെ എഴുതാം. എന്ത് പോയിന്റ് കിട്ടി, ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ജെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു കെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 0. അതേ സ്ഥാനത്ത് നേരത്തെ എന്തായിരുന്നു, ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു എന്താ, കെ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, 1 ആയിരുന്നു. ബട്ട് ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് 0. ഇനി നമ്മൾ നേരത്തെ നമുക്ക് എന്ത് കിട്ടി, ഐ ക്രോസ് ജെ, ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ ഒക്കെ നമുക്ക് എന്താ കിട്ടിയത്, 0 ആണ് കിട്ടിയത്. എന്തിൽ, സ്കേലാർ പ്രൊഡക്റ്റിൽ. ഇനിയിപ്പം ക്രോസ് പ്രൊഡക്റ്റിൽ നമുക്ക് നോക്കാം. ഐ ക്രോസ് എന്ത് നോക്കാം, ഐ ക്രോസ് ജെ നോക്കാം. ഐ ക്രോസ് ജെ എന്ന് വെച്ചാൽ ഐ ഡോട്ട് മോഡുലസ് ഓഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് ജെ ഇൻറ്റു സൈൻ തീറ്റ. ഇവിടെ ഐൻ്റെയും ജെൻ്റെ ഇടയിലുള്ള തീറ്റ എത്രയാ, 90 ഡിഗ്രി. പക്ക അല്ലേ, പക്കാണ്.
അപ്പോൾ മോഡുലസ് ഓഫ് ഐ എത്രയാ 1, കാരണം അത് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട്. മോഡുലസ് ഓഫ് ജെ എത്രയാ, അതും 1. അപ്പം സൈൻ 90 എത്രയാടാ, സൈൻ 0 സൈൻ 90 എത്രയാടാ 1 ആണ്. ഓക്കെ, ഇവിടെ ഒരു എൻ ക്യാപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ഇൻ എൻ ക്യാപ്പ് ഡയറക്ഷൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 0 ആയതുകൊണ്ട് 0 എൻ ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഡയറക്ഷനും ഇല്ല എന്നർത്ഥം, അത് 0 തന്നെ. ഓക്കെ, 1 × 1 × 0 അല്ല 1 × 1 × 1 എൻ ക്യാപ്പ് എന്ന് വെച്ചാൽ എത്രയായിട്ടും ഐ ഡോട്ട് ഐ ക്രോസ് ജെ എന്ത് കിട്ടി, എൻ ക്യാപ്പ് കിട്ടി. ഇതുവരെ പക്ക അല്ലേ, ഐ ക്രോസ് ജെ എൻ ക്യാപ്പ് കിട്ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ എൻ ക്യാപ്പ് എന്ന് വെച്ചാൽ അതൊരു കോമൺ ആയിട്ട് നമ്മൾ പൊതുവിലെടുക്കുന്ന ഡയറക്ഷനാണ്. ഐ ക്രോസ് ജെന്റെ ഡയറക്ഷൻ കാണാൻ എങ്ങനെയായിരുന്നു, ഞാൻ പറഞ്ഞു 2 വെക്ടറിന്റെ ഡയറക്ഷൻ കാണാൻ എങ്ങനെയാ, 2 വെക്ടർ ക്രോസ് പ്രൊഡക്ട് ചെയ്ത ഡയറക്ഷൻ കാണാൻ തം റൂൾ വെച്ചിട്ടാ. ഇവിടെ തം റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയേ, ഇവിടെ തം റൂൾ അപ്ലൈ ചെയ്ത് എന്താണ്, ഏതാണ് ഐ, ഇതാണ് ഐ. നമുക്ക് എന്തിലേക്കാണ് ക്രോസ് ചെയ്യേണ്ടത്, ജെയിലേക്കാണ് ക്രോസ് ചെയ്യേണ്ടത്. ഐന്റെ അടുക്ക് കൈവക്ക, ജെന്റെ ഏതിലേക്ക് ക്രോസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ഇങ്ങോട്ടല്ലേ ഡയറക്ഷൻ. അതെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മൾ സൈഡോട്ടേക്ക് വരക്കുന്നതല്ലേ ഉള്ളൂ, ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സാധനമല്ലേ, അത് എക്സ്, ഇത് വൈ, ഇത് സെഡ് അല്ലേ. അപ്പോൾ ഐ ക്രോസ് ജെ ചെയ്ത് നമുക്ക് ഏത് ഡയറക്ഷനാ കിട്ടുക, കെ ക്യാപ്പിന്റെ ഡയറക്ഷൻ അല്ലേ കിട്ടുക. ഇതാ ഐ ക്രോസ് ജെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, നിങ്ങളെ റൈറ്റ് ഹാൻഡ് വെച്ച് ചെയ്ത് നോക്ക്. ഐ ക്രോസ് ജെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ ഡയറക്ഷനാണ് കിട്ടുക, കെ ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ, ഈ എൻ ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ക്യാപ്പ് ആണെന്ന് അർത്ഥം. എൻ ക്യാപ്പ് എന്ന് വെച്ചാൽ പൊതുവിൽ വെക്ടർ എ നമ്മൾ എടുക്കൂലേ, അതുപോലെ പൊതുവിലുള്ള ഒരു ഡയറക്ഷൻ എടുത്തേ, അതേതാ ഈ കേസിൽ സെഡ് ആക്സിസിലേക്കാണ്. അതുകൊണ്ട് ഐ ക്രോസ് ജെ നമുക്ക് എന്ത് കിട്ടി, കെ ക്യാപ്പ് കിട്ടി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇങ്ങനെ ഓരോന്നിൻ്റെയും പഠിക്കണം. ഇനിയിപ്പം ജെ ക്രോസ് കെ ചെയ്ത് നോക്ക് എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ജെ ഇൻറ്റു മോഡുലസ് ഓഫ് കെ ഇൻറ്റു സൈൻ എന്ത് കിട്ടും, സൈൻ 90 അല്ലേ, ജെന്റെയും കെന്റെ ഇടയിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ. ഇത് 2 ഡയമെൻഷനിൽ വരക്കുമ്പോൾ കേട്ടോ ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ആൻഡ് സൈൻ 90 കിട്ടും. സൈൻ 90 എത്രയാ 1 ആണ്. അപ്പോൾ ഇതെത്ര കിട്ടും, 1 എൻ ക്യാപ്പ് എന്ന് കിട്ടും. ഈ എൻ ക്യാപ്പ് നമുക്ക് കണ്ടുകൂടെ, 1 എൻ ക്യാപ്പ് എന്ന് കിട്ടും. 1 എൻ ക്യാപ്പ് എന്ന് വെച്ചാൽ എൻ ക്യാപ്പ് തന്നെ. ഈ എൻ ക്യാപ്പ് നമുക്ക് കണ്ടുകൂടെ, എന്തെങ്കിലും കണ്ടുകൂടാ, എങ്ങനെയാ കാണുക, ജെന്റെ നേരെ കൈവച്ചു. ഇതാണ് ജെ എന്ന് പറഞ്ഞ വെക്ടർ, ഇതാണ് കെ എന്ന് പറഞ്ഞ വെക്ടർ. ഇത് ഇങ്ങനെയാ, നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഇതാണ് ജെ എന്ന് പറഞ്ഞ വെക്ടർ, ഇതാണ് കെ എന്ന് പറഞ്ഞ വെക്ടർ, ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള. ഇത് നിൽക്കുന്ന ഇങ്ങനെയാണ്. അപ്പോൾ ജെന്റെ മുകളിൽ നമ്മൾ കൈവച്ചു, കെയിലേക്ക് ക്രോസ് ചെയ്തു. ജെ ക്രോസ് കെ എന്ന് വെച്ചാൽ കെയിലേക്ക് ക്രോസ് ചെയ്തു. നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ ഏതാ, എക്സ് ആക്സിസിലേക്കുള്ള അല്ലേ, അതിന്റെ യൂണിറ്റ് വെക്ടർ എത്രയാ, ഐ ക്യാപ്പ് അല്ലേ. അപ്പോൾ ഈ എൻ ക്യാപ്പ് എന്ത് കിട്ടും, ഐ ക്യാപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, ഐ ക്രോസ് ജെ കെ ക്യാപ്പ് എന്ന് കിട്ടി, ജെ ക്രോസ് കെ എന്ത് കിട്ടി, ഐ ക്യാപ്പ് എന്ന് കിട്ടി. ഇനി അടുത്ത നമ്മൾ കെ ക്രോസ് ഐ എന്ന് കണ്ടു നോക്ക്, കെ ക്രോസ് ഐ ക്യാപ്പ് മോഡുലസ് ഓഫ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് ഐ ഇൻറ്റു സൈൻ എന്ത് കിട്ടും, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാ, 90 ഡിഗ്രി അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, വെറും എൻ ക്യാപ്പ് എന്ന് കിട്ടും. ആ എൻ ക്യാപ്പാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കെ എന്ന് പറഞ്ഞൊരു വെക്ടർ ഇത്, അതിമ പാമ്പ് വെച്ചു. ഐ എന്ന് പറഞ്ഞ വെക്ടർ ഇത് പറഞ്ഞ കെ എന്ന് വെക്ടർ ഇതല്ലേ കെ എന്ന് പറഞ്ഞ വെക്ടർ, ഇതല്ലേ ഐ എന്ന് പറഞ്ഞ വെക്ടർ. ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇതാ ഇങ്ങനെ 3 ഡയമെൻഷനിൽ ഇത് കാണുന്നില്ലേ. അപ്പോൾ ഇതിനെ കെ എന്ന് പറഞ്ഞ വെക്ടറിൽ നിന്നും ഐയിലേക്ക് എന്താക്കി ക്രോസ് ചെയ്ത്, അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് കിട്ടിയില്ലേ. ഇതാ പാമ്പ് നിങ്ങൾ കേളി നോക്കി, ഇതാ കെയിൽ വെച്ചു, ഐയിലേക്ക് ക്രോസ് ചെയ്തു. ഐയിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയറക്ഷൻ എങ്ങോട്ടേക്കാ, മുകളിലോട്ടേക്കല്ലേ. ഇത് ട്രിക്ക് ഉണ്ട് കേട്ടോ, ഞാൻ ഇത് മൊത്തത്തിൽ ബേസിക് ആയിട്ട് പറയുന്നതാ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. മുകളിലോട്ടേക്കല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ എൻ ക്യാപ്പ് എന്താന്ന് കിട്ടി, മുകളിലേക്ക് എന്ന് വെച്ചാൽ ജെ ക്യാപ്പ് എന്ന് കിട്ടി. സോ എന്ത് കിട്ടിയടാ, നമ്മൾ എഴുതാനും കണ്ടേ, കെ ക്രോസ് ഐ എന്ത് കിട്ടി, എന്ത് ക്യാപ്പ് എന്ന് കിട്ടി, ജെ ക്യാപ്പ് എന്ന് കിട്ടി. ഇനിയാണ് നമ്മൾ ആര് വരുന്നടാ, നമ്മളെ ഭീകരിയായ ആള് വരുന്നത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഇവിടെ ദേശം ചൊറയാ, നമുക്ക് വളച്ചെടുക്കാൻ ദേശം പണിയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഐ ക്രോസ് ജെ കണ്ടു, ഇനിയിപ്പം ജെ ക്രോസ് ഐ കാണണം. ജെ ക്രോസ് ഐ കാണണേ. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, എ ക്രോസ് ബി ഒരിക്കലും എന്തല്ല, ബി ക്രോസ് എ അല്ല. നിങ്ങളോട് പറഞ്ഞു വെക്ടർ എ ക്രോസ് ബി, നമ്മൾ തൊട്ട് മുമ്പ് നല്ല കള്ളിയിലൊക്കെ ആക്കി വെച്ച ഓർമ്മ ഉണ്ടാ. ഞാൻ എന്ത് പറഞ്ഞു, എ ക്രോസ് ബി എന്താണ്, മൈനസ് ബി ക്രോസ് എ ആണെന്നും ഞാൻ പറഞ്ഞു. ഇതുവരെ നിങ്ങൾക്ക് പക്കല്ലേ, നമ്മൾ പറഞ്ഞു, അത് വൃത്തിക്ക് ചെയ്തു, അതിനൊക്കെ എങ്ങനെയാ വരുന്നതെന്നൊക്കെ പറഞ്ഞു. അത് ഡീലല്ലേ. ഡീലാണെങ്കിൽ നമുക്ക് ഈ ജെ ക്രോസ് ഐനെ നമുക്ക് എങ്ങനാക്കി എഴുതാ, ശ്രദ്ധിക്കണേ. മൈനസ് ഓഫ്, നിങ്ങൾ കാണുന്നില്ല, ഞാൻ കുറച്ച് വലുതാക്കി എഴുതാം. എവിടെ എഴുതും, വലുതാക്കി, ഇത് മയച്ചാലും ശരിയാവില്ല, ഇവിടെ എഴുതാം. ജെ ക്രോസ് ഐനെ നമുക്ക് എന്താക്കി എഴുതാം, മൈനസ് ഓഫ് ഐ ക്രോസ് ജെ എന്ന് എഴുതിക്കൂടെ.
ഇത് എഴുതിക്കൂടെ അങ്ങനെയാണെങ്കിൽ ഐ ക്രോസ് ജെ എന്താ കെ ക്യാപ്പ് അല്ലേ? അപ്പൊ നമുക്ക് മൈനസ് ഓഫ് കെ ക്യാപ്പ്. അതിന്റെ അർത്ഥം ഐ ക്രോസ് ജെ എന്താ കെ ക്യാപ്പ് എന്നും ജെ ക്രോസ് ഐ എന്താ ജെ ക്രോസ് ഐ മൈനസ് കെ ക്യാപ്പ് എന്നും കിട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇനി കെ ക്രോസ് ജെ എന്ത് കിട്ടും? ഇങ്ങനെ തന്നെ ചെയ്താൽ മൈനസ് ഐ ക്യാപ്പ് എന്ന് കിട്ടും. ആൻഡ് ഐ ക്രോസ് കെ എന്ത് കിട്ടും? മൈനസ് ജെ ക്യാപ്പ് എന്നും കിട്ടും. ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത് എങ്ങനെ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് ബേസിക്സ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോബ്ലം വരുമ്പോൾ അങ്ങനെ ചെയ്യണം. ആൻഡ് ഇത് എങ്ങനെയാണ് ശരിയാണോ തെറ്റാണോ എന്ന് ഓർത്ത് വെക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. അതിൻ്റെ ട്രിക്കിൻ്റെ പേരാണ് സിൽപ്പുക്കുട്ടൻ ട്രിക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഐ, ഇതാണ് നമ്മളെ ജെ, ഇതാണ് നമ്മളെ കെ. അത് എഴുതുക ഐ ജെ കെ എന്ന് എഴുതുക. ഇതുവരെ പക്കാണല്ലോ. ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് എന്ന് എഴുതുക ഇങ്ങനെ. എന്നിട്ട് ഐ ക്രോസ് ജെ അല്ലേ ചോദിച്ചത്? ഐ ക്രോസ് ജെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടന്റ് കെ കിട്ടും. ഐ ക്രോസ് ജെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് കെ കിട്ടും. ജെ ക്രോസ് കെ ഏതാ? ജെ ക്രോസ് കെ എന്ന് ആലോചിച്ച് നോക്ക്. ജെ ക്രോസ് കെ ഏതാ? ജെ ക്രോസ് കെ ഐ ആണ്. സോ ജെ ക്രോസ് കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐ കിട്ടും. ഐ ക്രോസ് ജെ ചെയ്ത് കഴിഞ്ഞാൽ കെ കിട്ടുമെന്ന് മനസ്സിലായി. ഇപ്പൊ ജെ ക്രോസ് കെ ചെയ്യുമ്പോൾ എന്താ ബാക്കിയുള്ളത്? ഐ ആണ്. ഐ കിട്ടുമെന്ന് മനസ്സിലായി. ഇനി കെ ക്രോസ് ഐ എന്താ? കെ ക്രോസ് ഐ എന്താ? ജെ കിട്ടും. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക. ഐ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കെ കിട്ടും, കെ ക്രോസ് ഐ ചെയ്ത് കഴിഞ്ഞാൽ ജെ കിട്ടും, ജെ ക്രോസ് കെ ചെയ്ത് കഴിഞ്ഞാൽ ഐ കിട്ടും. ഇനിയിപ്പോ നമ്മൾ എവിടെ വന്നു? കെ ക്രോസ് ജെ. ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആണ് എടുക്കുന്നതെങ്കിൽ ക്ലോക്ക് എങ്ങനെയാ കറങ്ങുക? ടിക് 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 ഇങ്ങനെയല്ല കറങ്ങുക. അതിനെ ക്ലോക്ക് വൈസ് മോഷൻ എന്ന് പറയും. ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ക്ലോക്കിന്റെ മോഷന് എതിരെയുള്ള മോഷൻ. ക്ലോക്ക് ഇങ്ങനെ കറങ്ങുന്നതിന് ക്ലോക്ക് വൈസ് എന്ന് പറയും, എതിരെയുള്ള മോഷൻ. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്തായിട്ട് എടുക്കുക? കിട്ടുന്നത് പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം ആന്റി ക്ലോക്ക് വൈസ് ഐ ക്രോസ് ജെ പോസിറ്റീവ്. ഇനി ക്ലോക്ക് വൈസ് ആണ് നിങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ന് വെച്ചാൽ ജെ ക്രോസ് ഐ, അതെന്ന് വെച്ചാൽ ഇതല്ലേ മോശം? ജെ ക്രോസ് ഐ എന്ന് വെച്ചാൽ ഇതല്ലേ മോശം? അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? കെ ആണ് കിട്ടുക. ബട്ട് എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. ക്ലോക്ക് വൈസ് ആണ് എന്തെടുക്കണം? കെ ക്രോസ് നമ്മളെന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജെ ക്രോസ് കെ അല്ലേ? ജെ ക്രോസ് കെ അല്ല, ജെ ക്രോസ് ഐ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജെ ക്രോസ് ഐ ചെയ്താൽ എന്താ കിട്ടുക? മൈനസ് കെ ക്യാപ്പ് അല്ലേ കിട്ടുക? സോ ജെ ക്രോസ് കെ ചെയ്താൽ നമുക്ക് ജെ ക്രോസ് കെ ചെയ്യുമ്പോൾ കെ ക്യാപ്പ് ആ കിട്ടുക. ബട്ട് അതെന്തിനിടണം? നെഗറ്റീവ് ഇടണം. അതേപോലെ തന്നെ നമുക്ക് എന്താ? ഐ ക്രോസ് ജെ ചെയ്ത് നോക്ക്. ഐ ക്രോസ് ജെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ജെ ആ കിട്ടുക. ബട്ട് ഇതെന്താണ്? ക്ലോക്ക് വൈസ് മോഷൻ ആയതുകൊണ്ട് എന്തിടണം? നെഗറ്റീവ് ഇടണം. അപ്പൊ എന്ത് കിട്ടി? ഐ ക്രോസ് ജെ മൈനസ് നെഗറ്റീവ് ജെ. സോ ഇനിയിപ്പോ കെ ക്രോസ് ജെ എന്ത് കിട്ടും? ഐ കിട്ടും. ബട്ട് നെഗറ്റീവ് ഇടണം. നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോയി കൂടെ? ഒന്നും ഇതൊന്നും കണ്ട് ബേജാറാവുകയും വേണ്ട. പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഒക്കെ സെറ്റ് ആയിക്കോളും. എടാ, നിങ്ങൾ ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കാൻ കേട്ടോ. ഈ പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ഇത്ര നേരം എന്താ പറയുന്നത്. നിങ്ങൾ ഈ തിയറി ഒക്കെ കേട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ? പേടിക്കണ്ട, വാ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കി തരാം. നമുക്ക് എന്ത് തന്നു? വെക്ടർ എ തന്നു. വെക്ടർ എ ഈസ് ഈക്വൽ ടു 3i ക്യാപ്പ് എന്ന് തന്നു. കുഴപ്പമൊന്നുമില്ല. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 4j ക്യാപ്പ് എന്ന് തന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വെക്ടർ സി ഈസ് ഈക്വൽ ടു എന്ത്? 5j ക്യാപ്പ് എന്ന് തന്നു. ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ക്രോസ് സി ഈസ് ഈക്വൽ ടു, അതുപോലെ തന്നെ ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു, അതുപോലെ തന്നെ ബി ക്രോസ് സി ഈസ് ഈക്വൽ ടു, ആൻഡ് സി ക്രോസ് എ ഈസ് ഈക്വൽ ടു, ആൻഡ് സി ക്രോസ് ബി ഈസ് ഈക്വൽ ടു. ഇത്രയും കാര്യങ്ങളാണ് എന്ത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്തുകൂടെ? ചെയ്യാം. എ ക്രോസ് ബിന് എങ്ങനെ ഏതാ? 3i ക്യാപ്പ് ക്രോസ് അല്ലേ? 3 × 4. എ ക്രോസ് ബി 3 × 4. 3 × 4 എത്രയാടാ? 12. ആൻഡ് ഐ ക്രോസ് ജെ അല്ലേ ചോദിച്ചത്? ആണ്. ഐ ക്രോസ് ജെന്റെ വാല്യൂ എത്രയാ? അതാ ഞാൻ പറഞ്ഞത്. ഇതിനാണ് നമ്മൾ ട്രിക്ക് വേണമെന്ന് പറഞ്ഞത്. ഇത് ആദ്യം ബുദ്ധി ഇങ്ങനെ ഐ ജെ കോസ് തീറ്റ, ഐ ജെ സൈൻ തീറ്റ, തീറ്റന്റെ വാല്യൂ ഇത്ര, എൻ ക്യാപ്പ് ഇത്ര, അതൊന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് വരക്കും? ഐ വരക്കും, ജെ വരക്കും, കെ വരക്കും. ഇതിങ്ങനെ തന്നെ വരക്കണം കേട്ടോ. എക്സ് ആക്സിസ് ഐ ബൈ ജെ ഇങ്ങനെ തന്നെ വരക്കുക. എന്നാലേ മനസ്സിലാവും. ഐ ക്രോസ് ജെ ആണ് നമ്മളോട് ചോദിച്ചത്. ഐ ക്രോസ് ജെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയാം? കെ കിട്ടും എന്നറിയാം. സോ ഐ ക്രോസ് ജെ ഈസ് ഈക്വൽ ടു 12
കെ ക്യാപ്പ്. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് ഇടുന്നു 12 കെ ക്യാപ്പ്. സിമ്പിൾ ആയില്ലേ? ഇങ്ങനെ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതും ഇത് രണ്ടും നിങ്ങൾ എന്താക്കും? നിങ്ങൾ ചെയ്യും. ആര് ചെയ്യും? നിങ്ങൾ ചെയ്യും. എവിടെ ചെയ്യും? കമന്റ് ബോക്സിൽ ചെയ്യും. കാരണം നിങ്ങൾക്ക് കിട്ടിയത് തെറ്റാണെന്നോ നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണെന്നോ അതിട്ട് കഴിഞ്ഞാൽ ആയിരിക്കും മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതെന്താക്കാം, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോക്കെ. ഞാനിങ്ങനെ കുറേ ചെയ്തിട്ട് കാര്യമില്ല. അടുത്തെന്താ? എ ക്രോസ് സി എന്ന് വെച്ചാൽ 3 × 5 എത്രയാ? 15. റെഡ് ചെയ്യാം, അതല്ല അതിൻ്റെ ഒരു ബ്യൂട്ടി. 3 × 5 എത്രയാ? 15. ആൻഡ് ഇവിടെ വരുന്നത് എന്താ? ഐ ക്രോസ് കെ. ഓക്കെ അല്ലേ? ഐ ക്രോസ് കെ എന്താടാ? ഐ ക്രോസ് കെ എന്താ? ജെ ആണ്. ബട്ട് എന്ത് ചെയ്യാ? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -j. സോ -15 ജെ ക്യാപ്പ് കിട്ടും. ഇപ്പൊ മനസ്സിലായോ? ഇത്ര സിമ്പിൾ ആടാ, ഇത്രയും സിമ്പിളാ. അടുത്തെന്താ? ബി ക്രോസ് എ എന്ന് വെച്ചാൽ 3 × 4 എത്രയാ? 4 × 3 അങ്ങനെ തന്നെ എടുക്കണം. 4 × 3 12. ആൻഡ് ഇവിടെ എന്താ വരിക? ജെ ക്രോസ് ഐ എന്നാ വരിക. ജെ ക്രോസ് ഐ എന്താ? കെ ക്യാപ്പാണ്. ബട്ട് എന്തുണ്ട്? ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. സോ എന്ത് കിട്ടും? -12 കെ ക്യാപ്പ് കിട്ടും. സിമ്പിൾ. ഇനി അടുത്തേം കൂടി നോക്കിക്കൂടെ? ബി ക്രോസ് സി 4 × 5 20 പക്ക. ആൻഡ് ജെ ക്രോസ് കെ ക്യാപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയല്ല ഒരു ബി ക്രോസ് സി. ജെ ക്രോസ് കെ ക്യാപ്പ് എന്താ? ഐ ആണ്. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഐ തന്നെ. സോ 20 ഐ ക്യാപ്പ് എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഇത് നിങ്ങൾ ചെയ്യൂലേ? നിങ്ങൾ ചെയ്യാ, നിങ്ങൾ എന്താക്കുക? ഉത്തരങ്ങൾ പറയാ. ഇനി നമുക്ക് അടുത്തേക്ക് പോയിക്കൂടാ. അടുത്ത ടോപ്പിക്കിലേക്ക് പോയാൽ ഞാൻ മയക്കട്ടെ. എടാ, നിങ്ങളെ സകലമാന കിളികളും പറന്നു പോയിരിക്കില്ലേ? എന്നാൽ പിന്നെ അടുത്ത കിളി പറക്കാനായിട്ട് റെഡി ആയിക്കോ. അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. നിങ്ങൾക്ക് +1 വേണം, +2 വേണം, അതിനുശേഷമുള്ള എൻട്രൻസിനൊക്കെ വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നമ്മൾ എന്താക്കുക? അത് സിമ്പിളാക്കി മനസ്സിലാക്കി തരും. നിങ്ങളത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തണമെന്നില്ല. അത് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് സെറ്റാവും. നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ പക്കല്ലേ? കുഴപ്പമില്ലല്ലോ. പോവാം. എന്താ ഇമ്പോർട്ടൻ്റ്? എന്തായാലും മാർക്ക് ചെയ്തോ. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് 2 വെക്ടേഴ്സ് എന്തിൽ തന്നു? കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷനിൽ തന്നു. എന്തായിരുന്നു കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ? നമ്മൾ പഠിച്ചു. വെക്ടർ A = AX i cap plus AY j cap plus AZ k cap. ഇതല്ലാണ്ട് നിനക്കൊന്നും പറയാനില്ല എന്നാ. ബട്ട് ഇങ്ങനെ തന്നെ നമുക്ക് പഠിക്കാനാവും. ബീനെ എങ്ങനെ തന്നു? ജനറലി BX i cap plus BY j cap plus BZ k cap. നിങ്ങൾക്കറിയാം ഇതാണ് എന്ത്? കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ A ക്രോസ് B എങ്ങനെ കാണും എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? A ക്രോസ് B ഇങ്ങനെ ഓരോന്നിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കാണാൻ പറ്റുമോ? കാരണം നേരത്തെ നമുക്ക് 2 സാധനമേ ഉള്ളൂ. ഇതൊക്കെ 0 ആയിരുന്നു. ഇത്ര വരെ ആയിരുന്നുള്ളൂ. AX i cap BX i cap അത്ര മാത്രമേ ആയിരുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് എന്ത് വേണം? ട്രിക്ക് വേണം. ആ ട്രിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഈ ട്രിക്ക് തെറ്റിച്ച് കഴിഞ്ഞാൽ തീരെ മാർക്ക് കിട്ടൂല കേട്ടോ. അത് നമ്മളിവിടെ I J K അതെല്ലാത്തിനും സെയിം ആണ്. ഇവിടെ എന്ത് എഴുതുക? AX ഇവിടെ എന്ത് എഴുതുക? AY ഇവിടെ എന്ത് എഴുതുക? AZ. ഇതുവരെ പക്കാണോ? ഇതിൻ്റെ ഓരോ ടേമും ഇതിൻ്റെ അടിയിൽ എഴുതുക. അടുത്ത എന്ത് എഴുതുക? ഇതിൻ്റെ അടിയിൽ BX BY BZ. ദിസ് ഈസ് ഈക്വൽ ടു. നിങ്ങൾ എന്തിൽ പഠിക്കും? മാത്സിൽ ഇങ്ങനെ മോഡുലസ് കാണുന്നത് പഠിക്കും. ബട്ട് നമ്മൾ സിമ്പിളായിട്ട് ഇത് മാത്രം ഞാൻ പറഞ്ഞു തരാം. ആദ്യം എന്താക്കുക? ഈ ഐൻ്റെ റോ പൊത്തി പിടിക്കുക. എന്ന് വെച്ചാൽ മറച്ച് പിടിക്കുക. മറച്ച് പിടിക്കുക. ഇത് മറച്ച് പിടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഇത് AY ആട്ടോ. വൃത്തിക്ക് ചെയ്തിട്ടെ. യെസ്, ഇത് AY ആട്ടോ. ഈ ഫസ്റ്റ് ഐൻ്റെ ടേം മറച്ച് പിടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? AY കാണുന്നുണ്ട്, AZ കാണുന്നുണ്ട്, BY കാണുന്നുണ്ട്, BZ കാണുന്നുണ്ട്. ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് ചെയ്യാം. മനസ്സിലായില്ല? ഐ ആദ്യം കവർ ചെയ്തു. അപ്പോൾ ഐ എടുത്ത് പുറത്തിടുക. ഏത് റോ ആണോ കവർ ചെയ്യുന്നത് അതെടുത്ത് ആദ്യം പുറത്തിടുക. അതിനുശേഷം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കുറക്കുക. AY × BZ മൈനസ് AZ × BY. അതല്ലേ ഇവിടെ വരിക? ഇതിനെ മറിച്ച് പിടിച്ചു. AY × BZ മൈനസ് AZ മൈനസ് BY.
അടുത്തത് മൈനസ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പ്ലസ് ആണെങ്കിൽ അടുത്തത് മൈനസ് ആ വരിക. ഇവിടെ പ്ലസ് തന്നെ ഇടണം. ഇതാണ് ഇവിടെ പ്ലസ് അല്ലേ വരുന്നത്, തുടക്കം പ്ലസ് അല്ലേ, ഇവിടെ നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇവിടെ പ്ലസ് ആണ്, അടുത്തത് മൈനസ്. മൈനസ് അടുത്ത് എന്താ പൊത്തി പിടിക്കേണ്ടത്, മറച്ചു പിടിക്കേണ്ടത് ജെ എന്ന് പറഞ്ഞ റോ. ജെൻ്റെ റോയും കോളോ പൊത്തി പിടിച്ചോ. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, എ എക്സ് വരുന്നുണ്ട്, ബി സെഡ് വരുന്നുണ്ട്, എ സെഡ് വരുന്നുണ്ട്, ബി എക്സ് വരുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തമ്മിൽ കുറക്കുക. എന്ത് പുറത്തിടുക, ജെ ക്യാപ്പ് പുറത്തിടുക. സെയിം തന്നെ, ജെ ക്യാപ്പ് പുറത്തിടുക. എന്നിട്ട് എന്താക്കാ, മറിച്ച് വെച്ച് നോക്കുമ്പോൾ എ എക്സ് ബി സെഡ് മൈനസ് എ എക്സ് ബി സെഡ് മൈനസ് എന്താണ് എ സെഡ് ബി എക്സ്, എ സെഡ് ബി എക്സ്. പക്കായില്ലേ, പക്കായി. ഇനിയിപ്പോൾ ഏതാ മറിച്ച് വെക്കണ്ടേ, കെ എന്ന് പറഞ്ഞ സാധനം. ഇവിടെ പ്ലസ് മൈനസ്, ഇനിയിപ്പോൾ വരിക പ്ലസ്. അതാ ഞാൻ പറഞ്ഞത്, ഈ നടുവിലാണ് മൈനസ് വരുന്നുള്ളൂ. ഫസ്റ്റ് പ്ലസ് മൈനസ് പ്ലസ്, ഇത് ഓർത്ത് വെക്കുക. ബ്രാക്കറ്റ് ഇടുക, കെനെ പുറത്തിടുക. എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി ബി എക്സ്, എ എക്സ് ബി വൈ മൈനസ് എ എക്സ് ബി വൈ മൈനസ് എ വൈ ബി സെഡ്, എ വൈ ബി സെഡ് അല്ല എ വൈ ബി എക്സ്. സോറി കേട്ടോ, ഇതാണ് എന്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സുനാപ്പി ഓഫ് ദ ഇയർ. ഇതെന്താക്കണം, നിങ്ങൾ എന്താക്കണം, പഠിക്കണം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ? ഇതൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എ ക്രോസ് ബി ചെയ്യുമ്പോൾ ആദ്യം മോഡുലസ് വരച്ചിട്ട് ഐ ജെ കെ എന്ന് മോഡൽ എഴുതുക. എൻ്റെ മാഗ്നിറ്റ്യൂഡ്, എൻ്റെ ഓരോ ഡയറക്ഷനിലേക്കുള്ള മാഗ്നിറ്റ്യൂഡ് ഓരോ പോലെ എഴുതുക. അതിനുശേഷം എന്താക്കുക, ഫസ്റ്റ് അതിൻ്റെ റോ എന്താക്കുക, മറച്ച് വെക്കുക. എന്നിട്ട് എ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തമ്മിൽ കുറക്കുക. അതുപോലെ തന്നെ വൈ മറച്ച് വെക്കുക, ജെ ക്യാപ്പ് മറച്ച് വെക്കുക. എന്താക്കുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതും കുറക്കുക. അങ്ങനെ ചെയ്യുക. ബട്ട് ശ്രദ്ധിക്കേണ്ടതാ, ഈ സാധനം ഇവിടെ മൈനസാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. പ്ലസ് മൈനസ് പ്ലസ് എന്ന രീതിക്കാണ് പോകുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇത് മാറിപ്പോറത്. ഇവിടെ പ്ലസ് ഇട്ട് പോകുമ്പോൾ സകലമാണ് സാധനങ്ങൾ തെറ്റിപ്പോ. സോ ഇത് ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇത് മയക്കാട്ടോ, നിങ്ങൾ എന്താക്കുക, പെട്ടെന്ന് എഴുതിയെടുക്കാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, പാട്ടൊക്കെ പാടിക്കോ, അല്ലെങ്കിൽ തല പെരുത്ത് പോകട്ടോ. നമുക്ക് ക്വസ്റ്റിലേക്ക് പോവാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, വെക്ടർ എ തന്നിട്ടുണ്ട്. വെക്ടർ എ നമുക്ക് എടുക്കാം 1 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ് എന്ന് എടുക്കാം. ഓക്കെ അല്ലേ, ഓക്കെ ആണ്. വെക്ടർ ബി ഈസ് ഈക്വൽ ടു എന്തായി 4 ഐ ക്യാപ്പ് പ്ലസ് 5 ജെ ക്യാപ്പ് പ്ലസ് 6 കെ ക്യാപ്പ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. നമ്മളോട് എന്താ ചോദിച്ചേ, എ ക്രോസ് ബി. ഇങ്ങനെ തന്നെ ചോദിക്കൂട്ടോ, എ ക്രോസ് ബി തന്നെ ചോദിക്കും. ഓക്കെ, ഓക്കെ ആണ്. ഇനിയിപ്പോൾ എ ക്രോസ് ബി കാണാം. എ ക്രോസ് ബി കാണാൻ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, ആദ്യം ഇങ്ങനെ 2 വര വരച്ചു. സോറി കേട്ടോ, ഐ ജെ കെ എന്ന് ആദ്യം എഴുതി. പിന്നെ എന്തായിരുന്നു ചെയ്തത്, ഓരോ ഈച്ച് ടേമിലെ സാധനം എടുത്ത് എഴുതി. ഇതല്ലേ എ എക്സ്, അത് 1. ഇതല്ലേ എ വൈ, ഇത് 2. ഇതല്ലേ എ സെഡ്, ഇത് 3. ഇതല്ലേ ബി എക്സ്, അത് 4. ഇതല്ലേ ബി വൈ, അത് 5. ഇതല്ലേ ബി സെഡ്, ഇത് 6. ഇപ്പം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായില്ലേ എങ്ങനെയാണ് വരികയെന്ന്. ഈക്വൽ ടു ഞാൻ എന്താന്ന് പറഞ്ഞു, ആദ്യം ഐൻ്റെ ടേം ഐ മറച്ച് വെച്ചു. 2 × 6 എ എക്സ് ബി എക്സ് എന്ന് വെച്ചാൽ 2 × 6 മൈനസ് 3 × 5 മൈനസ് 3 × 5. കുഴപ്പമില്ലല്ലോ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സാധനം. അത് ബ്ലാക്കിലിടാം, റെഡിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്ക് ശ്രദ്ധിക്കും. മൈനസ് ബ്രാക്കറ്റ് ഇട്ടു. ജെൻ്റെ സാധനം ഏതാ, ജെൻ്റെ സാധനം 1 × 6 മൈനസ് 3 × 4. 1 × 6 മൈനസ് 3 × 4 പക്ക അല്ലേ, പ്ലസ്. ഇനി എന്താ, കെൻ്റെ സാധനം. കെൻ്റെ എന്താ, കെൻ്റെ ഇത് റോവും കോളും മറിച്ച് വെച്ചു. 1 × 5 മൈനസ് 2 × 4. 1 × 5 മൈനസ് 2 × 4. ചെയ്തോ ചെയ്തോ ചെയ്ത് നോക്കടാ. 2 × 6 12 മൈനസ് 3 × 5 15 ഐ മൈനസ് 1 × 6 6 3 × 4 12 ജെ പ്ലസ് 1 × 5 5 4 × 8 കെ ക്യാപ്പ്. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 12 മൈനസ് 15 മൈനസ് 3 ഐ ക്യാപ്പ് മൈനസ് 6 മൈനസ് മൈനസ് 12 6 മൈനസ് 12 മൈനസ് 6
ജെ ക്യാപ്പ് പ്ലസ് 5 മൈനസ് 8 -3 കെ ക്യാപ്പ്. ഇതിനൊന്നുകൂടി മാറ്റി എഴുതിയാൽ -3 ഐ ക്യാപ്പ് പ്ലസ് മൈനസ് എന്താവും പ്ലസ് 6 ജെ ക്യാപ്പ് പ്ലസ് അല്ല -3 കെ ക്യാപ്പ്. നമുക്ക് എ ക്രോസ് ബി ചെയ്തപ്പോൾ എന്താ കിട്ടിയത് നോക്ക്, ഇതൊരു വെക്ടർ അല്ലേ. അങ്ങനെ എ ക്രോസ് ബി ചെയ്തപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞൊരു വെക്ടർ കിട്ടി. ആ സി ആണ് എന്ത്, ഈ സി. യു ക്യാൻ സി. ഇത് കാണാൻ പറ്റുന്നില്ലേ? ഇത്രേ ഉള്ളൂ എന്ത് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. എന്ത് ചോദിക്കാം? ടു ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ് ഇങ്ങനെ ഉണ്ടാവും. വെക്ടർ എ ഈസ് ഈക്വൽ ടു 2 ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ്. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 4 ഐ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ്. ഇങ്ങനെ തന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ എന്തില്ല? 0 ഐ ക്യാപ്പ് ആണെന്നും ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 0 ജെ ക്യാപ്പ് ആണെന്നല്ലേ? അത്രേ ഉള്ളൂ. ഇവിടെ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊക്കെ മയക്കട്ടെ കേട്ടോ. മയക്കട്ടെ. എന്താ വരിക? എക്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ? എക്സ് എന്ന് വെച്ചാൽ എന്താ? ഐന്റെ ടേമിന്റെ കൂടെയുള്ള ഭാഗമല്ലേ എക്സ്. ഇവിടെ ഐന്റെ ഭാഗത്ത് ഭാഗം ഇല്ലാലോ. അത് 0 ഐ ക്യാപ്പ് അല്ലേ? അതിവിടെ എഴുതാത്തല്ലേ? അത്രേ ഉള്ളൂ. ഐന്റെ ടേമിന്റെ ഭാഗത്ത് ഒന്നുമില്ല. അതുകൊണ്ട് അതെന്താ? മുട്ട എന്ന് വെച്ചാൽ 0. ആൻഡ് ജെന്റെ സ്ഥാനത്ത് എന്തുണ്ട്? 2 ഉണ്ട്. കെന്റെ സ്ഥാനത്ത് എന്തുണ്ട്? 3 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഐന്റെ സ്ഥാനത്ത് എന്തുണ്ട്? 4 ഉണ്ട്. ഇവിടെ ജെന്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് മുട്ട. കെന്റെ സ്ഥാനത്ത് എന്തുണ്ട്? 3 ഉണ്ട്. ഇത്രേ ഉള്ളൂ. ബാക്കി സിമ്പിളാ. ആദ്യം മറ്റേ ചെയ്തതിൻ്റെ തൊട്ട് ഐ ക്യാപ്പ് പുറത്തെടുക്കുന്നു, അത് മറച്ചു വെക്കുന്നു. 2 × 3 മൈനസ് 3 × 0 പ്ലസ് അല്ല മൈനസ് ജെന്റെ സാധനം 0 × 3 മൈനസ് 3 × 4 മൈനസ് 3 × 4. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോ കേട്ടോ. എന്നെക്കാടെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാ കേട്ടോ ഇത്ര ടൈം എടുക്കുന്നത്. പിന്നെ കെ ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ? ഇത് മൊത്തം മറിച്ച് വെക്കാം. 0 × 0 മൈനസ് 2 × 4 0 × 0 മൈനസ് 2 × 4. അപ്പോൾ എന്ത് കിട്ടും? റിസൾട്ടൻ്റ് 6 മൈനസ് 0 ഐ ക്യാപ്പ് പ്ലസ് മൈനസ് 0 മൈനസ് 12 ജെ ക്യാപ്പ് പ്ലസ് 0 മൈനസ് 8 കെ ക്യാപ്പ്. ഇതിൻ്റെ അർത്ഥം എന്താ? 6 ഐ ക്യാപ്പ് മൈനസ് 12. അപ്പോൾ എന്താവും? പ്ലസ് 12 ജെ ക്യാപ്പ് മൈനസ് 8 കെ ക്യാപ്പ്. ഇത്രയേ ഉള്ളൂ. എന്താ ഇതെന്താക്കാ? ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത്ര സിമ്പിൾ ആയിട്ടാ. നിങ്ങൾ എന്താക്കുക? ഇനി ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ തരാം. എ ഈസ് ഈക്വൽ ടു 2 ഐ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ്. ബി ഈസ് ഈക്വൽ ടു 2 ഐ ക്യാപ്പ് മൈനസ് 2 ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ്. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഈ -2 വരുമ്പോൾ ഇവിടെ -2 തന്നെ ഇടണം കേട്ടോ. അങ്ങനെ മാറിപ്പോകരുത്. ഈ മൈനസ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കോൺസെൻട്രേഷൻ, നമ്മളെ ശ്രദ്ധ വേണം. കാൽക്കുലേഷനിലുള്ള സ്പീഡ്, ഇതൊക്കെയാണ് ഇത് നിങ്ങളെ പരിശോധിക്കുന്നത്. അത്രയേ ഉള്ളൂ. എന്താ നമ്മളെ വെക്ടറിൻ്റെ ടോപ്പിക്ക് ആൻഡ് വെക്ടറിന് 2 അപ്ലിക്കേഷനോടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് സിമ്പിൾ ആയിട്ടുള്ള സാധനം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ചെയ്യാം. ഒന്നുമില്ല. ഒരു 2 വെക്ടർ തന്നെ. ഇഫ് എ ആൻഡ് ബി ആർ ദി അഡ്ജസെന്റ് സൈഡ് ഓഫ് എ പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ അഡ്ജസെന്റ് സൈഡായിട്ട് എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും തന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ ഇല്ലേ? പാരലലോഗ്രാമിന്റെ ഏരിയ എന്താണെന്നാ കിട്ടുക? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആ കിട്ടുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നിങ്ങൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇഫ് എ ആൻഡ് ബി ആർ ദ സൈഡ്സ് ഓഫ് ദ 2 sides of a triangle ആണെങ്കിൽ, എ ആൻഡ് ബി ആർ ദ 2 sides of a triangle ആണെങ്കിൽ എന്തടാ പറടാ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താ കിട്ടാൻ അറിയാം നിങ്ങൾക്ക്? ½ × മോഡുലസ് ഓഫ് എ ക്രോസ് ബി. മോഡ് എ ക്രോസ് ബി എന്ന് വെച്ചാൽ എന്താ അറിയില്ലേ? ഇത് എ ക്രോസ് ബി കിട്ടി. മോഡ് എ ക്രോസ് ബി എന്ന് വെച്ചാൽ എന്താ? ഇത് വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെക്ടറിന്റെ മോഡുലസ് എന്താ? ഇത് 6² പ്ലസ് 12² പ്ലസ് -8². ഇതാണ് അതിന്റെ മോഡ്. നിങ്ങൾക്കറിയില്ലേ? മോഡുലസ് കാണാൻ അറിയില്ലേ? നമ്മളെ കുട്ടികൾ അതൊക്കെ പ്രോ ആയില്ലടാ. ഇത്രയേ ഉള്ളൂ. എന്താടാ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താക്കാം?
പിന്നെ ചെയ്യാം. ഈ പിന്നെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഡേ ഈസ് ദ ലാസ്റ്റ് ക്ലാസ് ഓഫ് മൈ ഇൻ ദി സ്റ്റുഡിയോ. സ്റ്റുഡിയോ അല്ല, ഇതെൻ്റെ റൂമാണ്, ഇതെൻ്റെ ചെറിയൊരു സെറ്റപ്പാണ്. ഞാൻ പി ജി എക്സാമിന് എഴുതി, പി ജി എൻട്രൻസ് ഒക്കെ എഴുതി നിൽക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്ത ചെറിയൊരു പണിക്കൂട്ടലാണിത്. സോ നിങ്ങൾ ഈ ചെറിയ ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു, നിങ്ങളത് കണ്ടു. ആൻഡ് എനിക്കെന്താകുന്ന നാളെ ക്ലാസ് തുടങ്ങാൻ പോവാണ് പി ജിൻ്റെ. ആൻഡ് ഞാൻ ഇവിടെ പോകും. എനിക്ക് കിട്ടിയത് നിങ്ങൾക്കറിയാലോ, NIT ശ്രീനഗറാണ് കിട്ടിയത്. അവിടെ പോകും. അവിടെ ഇനിയിപ്പം ക്ലാസ് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യണം. സോ ഇന്ന് ഞാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ താഴെ കാത്ത് നിൽക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾക്കിത് ക്ലാസ് എടുത്ത് തീർക്കണമുണ്ട്, ഞാൻ എടുത്തു. ആൻഡ് ഒന്നുമില്ല, ഇതൊക്കെ മിസ് ചെയ്യും. ആൻഡ് മിസ് യു എവരി വൺ. ബട്ട് അവിടെ എത്തിയിട്ട് ക്ലാസ്സിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ലീവിന് വരുമ്പോൾ നാട്ടിൽ നിന്ന് എടുക്കും. ആൻഡ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്ന പോലെ +1ൻ്റെ സിലബസ് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് വിഷ് യു വെരി ഓൾ ദി ബെസ്റ്റ്. ഓൺ എക്സാം ഇതുവരെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തുണ്ട്, പ്രൊജക്റ്റൈൽ മോഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതൊക്കെ ട്രിക്കൊക്കെ വെച്ച് പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ടൈമില്ലാതായിപ്പോയി. ബട്ട് ആ ട്രിക്കൊക്കെ ഞാൻ എന്തിലിട്ട് തരും, നമ്മളെ ടെലിഗ്രാം പേജിൽ ഇട്ട് തരും. പിന്നെ നിങ്ങളിട്ട് തന്ന കമൻറ്റിനും ഒക്കെ എന്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് എനിക്കറിയാം ഭയങ്കര സീരിയസ് ആയിട്ടാണ് ക്ലാസ് പോയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബട്ട് എന്താക്കുക, ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക്കുമാണ്. ബട്ട് എന്താ പറയുക, ഫുൾ ഇമോഷണലി നമ്മൾ ഇരിക്കുന്ന സമയമാണ്. ബട്ട് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ആൻഡ് ടാറ്റാ, ബൈ ബൈ. പോയി പഠിക്കുക, ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല ഓൺ എക്സാമിനൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങുക, നന്നായിട്ട് പഠിക്കുക. ആൻഡ് വീണ്ടും ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ.